ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെയുടെ വേദിയിൽ നല്ലൊരു സ്കിറ്റ് അവതരിപ്പിക്കാനായി ഇതാ എത്തുന്നു നമ്മുടെ സ്വന്തം ശ്യാം തൃക്കുന്നപ്പുഴ, രാജേഷ് തിരുവമ്പാടി ആൻഡ് ബിജു പുഴിയൂർ. ദോശയായ ദോശയായി. ദോശയുണ്ട്, പൊറോട്ട ഉണ്ട്, ഇറച്ചിയുണ്ട്. എന്താ വേണ്ടേ? എന്നാ ഒരു 4 ദോശ. 4 ദോശ ഇപ്പൊ തരാം കേട്ടാ. 4 ദോശ, ഒരു കടലക്കറി. 4 ദോശ, 4 ദോശ, ഒരു കടലക്കറി എടുത്താ. കടലക്കറി ഇപ്പൊ എടുക്കാം. 2 പൊറോട്ട കൂടെ വെച്ചു കേട്ടാ. 2 പൊറോട്ട ഇപ്പൊ തരാം കേട്ടാ. സവാള ഉള്ളി കൂടെ ഇട്ടോ. സവാള ഉള്ളി അത് തരാം. ഇപ്പൊ തരാവേ. ചേച്ചി വേണ്ട ബസ് വന്ന് പോവാ. അയ്യോ പോവല്ലേ, ബസ് വന്ന് പോവല്ലേ. ഇതാ എവന്റെ കുഴപ്പം. ഈ ബസ് പോകുന്ന സമയത്ത് ഇവന്മാർ ഈ ഓർഡർ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? ഇനി ഇതൊക്കെ ഞാനിപ്പോ എന്തോ ചെയ്യാനാ? എന്തൊരു കഷ്ടമെന്ന് നോക്കിയേ. ആരാ ഇപ്പൊ വിളിക്കണേ? ഹലോ ചേച്ചി. ആരാടെ? ചേച്ചി ഞാനാ ചേച്ചി, രാജേഷ. എന്തോന്നടാ? ചേച്ചിയുടെ ഭർത്താവ് വരുന്നുണ്ട്. ഭർത്താവ് ആ ചന്ത കിടന്ന് ഭയങ്കര ഇടി. എന്റെ ദൈവമേ, ഒരു മനുഷ്യൻ. ശരി വച്ചേരിങ്ങ വരട്ടെ, ഞാൻ കൊടുത്തോളാം. എല്ലാരും എന്നോട് പറഞ്ഞു ചാവക്കാട് ബേബി വന്നിട്ടുണ്ട്. ഞാൻ ചെന്ന് നോക്കിയപ്പോ കറക്റ്റാ, ചന്ത കിടന്ന് പോരിഞ്ഞ ഇടിയാ. ചാവക്കാട് ബേബി പറയുമ്പോ വലിയ പെരുമയുള്ള പേര്. ഈ നാട്ടിൽ കിടന്ന് ഉള്ള കണ്ടവന്മാരെ തല്ലുകൊള്ളാൻ എങ്ങനെ വിധി? ഇങ്ങനൊരു ഭർത്താവിന് എന്തിനാണ് ദൈവമേ എനിക്ക് തന്നത്? ഇന്നലെ ഇവിടെ കണ്ട് കിടന്നൊരു അടിപിടി ഉണ്ടാക്കിയത് ഞാൻ അറിഞ്ഞായിരുന്നല്ലോ. ഇന്നലെ വൈകുന്നേരം ജട്ടി കിടന്നുറത്തിനെ കാല് കുത്തിയാൻ കൊടിച്ചു വളർത്തി. നാണം ഉണ്ടോ നിങ്ങൾക്ക്? അത്യാവശ്യം മുൻകൊടുത്തവന്റെ കാലൊടിച്ചെങ്കിൽ പിന്നെ അഭിമാനം ഉണ്ടായിരുന്നു. നീ എന്തൊഴി പറയുന്നത്? പിന്നെ ജട്ടിയിട്ടുണ്ട് കിടന്നവന്റെ കാല് കുത്തി ഓടിച്ചെന്നല്ല പറഞ്ഞത്. പിന്നെ ബോട്ട് ചട്ടിയിൽ കിടന്ന കുറുത്തന്റെ കാല് കുത്തി ഓടിച്ചു. ഓ വലിയ കാര്യമായി പോയി. നീ അതൊന്നും നോക്കണം. നീ മര്യാദയ്ക്ക് ആ പെട്ടിക്കകത്ത് ഒരു 500 രൂപ. അയ്യടാ, ആറ്റുനോട്ടുണ്ടാക്കിയിട്ടിരുന്ന കടയായത്. ആദ്യം നോക്കിയിരുന്ന കട ഉണ്ടാകുമോ? ഇവളെന്തോയി പറയുന്നത്? അങ്ങനെ ഉണ്ടാകുന്നതാണ്. ആദ്യം നോക്കിയിരുന്ന കട. നീ ഒരു 500 രൂപ ഇല്ല, പൈസ തരാൻ പറ്റില്ല. ഒരു 500 രൂപ എന്റെ തോന്നുന്നു തുടരെന്ന് പറഞ്ഞ ഒന്നാമത് ഈ കടയ്ക്ക് ശരിക്കും പൂട്ട് പോലും ഇല്ല. ആ പൂട്ടിലെ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം എന്താ പറയാ, കള്ളം കയറും. ആ സുധാകരൻ മുതലാളിയുടെ വീട്ടിൽ കള്ളം കയറി. കഷണ്ടി ഉള്ളൊരു കള്ളം കയറി എന്ന് പറഞ്ഞ മുതലാളി എന്നോട് പറഞ്ഞ. കഷണ്ടിയുള്ള കള്ളനാണ് കയറുന്ന സുധാകരൻ മുതലാളി എങ്ങനെ മനസ്സിലാക്കി? അല്ല പിന്നെ സുധാകരൻ മുതലാളിയുടെ 15,000 രൂപ ഉള്ള വിക്കടിച്ചോണ്ട് പോണ്ട കാര്യം എന്തുവാ? അത് അതാണ് കഷണ്ടിയുള്ള കള്ളനാണ്. ഒരു 500 രൂപ മര്യാദയ്ക്ക് എടുക്കുക. ചാവക്കാട് പേരുടെ സ്വഭാവം എടുപ്പിക്കല്ലേ. ഭാര്യയും ഭർത്താവും ഒക്കെ അങ്ങ് പോകും. ഞാൻ തീർന്നവനെ ഞാൻ പറ്റിയാന്. പൈസ തൊട്ടാ വെട്ട് ഞാൻ ആ കൈ. ആണോ? എന്നാ കാണാലോ. നീ എന്റെ കൂടെ ഇറങ്ങി വന്നതിന് അന്ന് പറഞ്ഞ കാലക്കേടന്റെ. പിന്നെ ഇറങ്ങി വന്ന കഥയൊന്നും പറയണ്ട. എന്താ നിങ്ങളെ ഈ കുടി ഉണ്ടല്ലോ, നിങ്ങളുടെ ഈ കുടി നിർത്താനായിട്ട് ഞാനൊരു ജവിട് തകിച്ച് തന്നായിരുന്നാ? എന്തോന്ന് തകിട് ജപിച്ച് തന്നായിരുന്നാ? അതല്ലേ ഞാൻ ആലോചിക്കുന്നത്. ഈ തകിട് ജപിച്ച് ഞാൻ നമ്മുടെ വീടിന്റെ കന്നിമൂലയെ കൊണ്ട് ഇട്ടിട്ടുണ്ട്. അറിയോ? വീടിന്റെ കന്നിമൂല കൊണ്ട് തകിടിട്ടേക്കുന്നത്. സത്യം പറഞ്ഞാൽ കഞ്ഞി വെക്കാൻ ആ വീട്ടിൽ ഒരു മൂലയില്ല. അപ്പോഴാണ് അവള് കഞ്ഞിമൂല കൊണ്ടിട്ടേക്കുന്നത്. അവിടെ എനിക്കിത് വേണം. ഇതെന്തിനാ നിനക്ക് ഇതുപോലെ ഉണ്ടല്ലോ. ആവശ്യമില്ലാത്ത കാര്യം സംസാരിക്കരുത്. ഇതാണോ ആവശ്യമില്ലാത്ത? എവളെന്തോ പറയാം, നമുക്ക് എവിടെയും പോയി ഇരിക്കണോ? എന്തോ ചെയ്യും? ഓട്ടെ നേരം വിളിക്കുമ്പോ എന്തോ ചെയ്യും? നീ അത് ആലോചിക്കുന്നത്. നിങ്ങൾക്ക് ഇത് പറയാനേ അറിയാവുള്ളൂ. നിങ്ങൾക്ക് കുടുംബം നോക്കാൻ അറിയാവോ? ഞാൻ തോന്നി കുടുംബം. എന്റെ വീട്ടില് അടുപ്പ് പുകയുന്ന എങ്ങനെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പുകയില്ലാത്ത അടുപ്പ് വെച്ച് പരിക്കാത്ത വെച്ചിട്ട് അടുപ്പ് പോകുന്ന ഞാൻ അങ്ങനെ കാണിച്ചു കൊടുക്കണേ. എന്റെ അച്ഛൻ വളരെ കഷ്ടപ്പെട്ട് താഴത്തും തലയിലും വെക്കാതെയാ എന്നെ വളർത്തിയത്. അത് കൊള്ളാം കേട്ടാ. താഴത്ത് വല്ല തലയിലും വല്ലാതെ. അപ്പൊ ഏറെ നിർത്താൻ നിന്റെ അച്ഛനാരടി മജീഷൻ സാമ്രാജ. നിങ്ങൾ മര്യാദ കുടി നിർത്താൻ നല്ലത്. ഞാൻ കുടി നിർത്തത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ നിർത്തണം. ഇല്ല, നിർത്തിയില്ലെങ്കിൽ നാളെ മുതൽ സദ്യ ഉണ്ടാവൂല. എങ്ങനെ? നിങ്ങൾ ഈ ഗുണ്ടായിസം നിർത്തിയില്ലെങ്കിൽ നാളെ മുതൽ സന്ധ്യ ഉണ്ടാവില്ല. നാളെ മുതൽ സന്ധ്യ ഉണ്ടാവില്ല അത്ര? അപ്പൊ നാളെ ഉച്ച കഴിഞ്ഞാൽ നേരെ രാത്രിയാ? ഞാൻ സന്ധ്യക്ക് 6 മണിക്ക് ഉടനെ ചെല്ലാന്ന് ഞാൻ ഏറ്റു പോയതാണ്. നീ അറിഞ്ഞ കേസ് കറക്റ്റാണ്. ഞാനൊരു കാര്യം പറയാം. മര്യാദയ്ക്ക് ഇവിടെ പോകാൻ നോക്ക്. ഞാൻ പോകുന്നില്ല. കഷ്ടപ്പെട്ടുണ്ടാക്കിയ കളയാ. മര്യാദയ്ക്ക് 500 രൂപ എടുത്താടി. തരില്ല. ഒരു വണ്ണെങ്കിലും താടി. ഒരു വണ്ണം തരില്ല. ഒരു റോബച്ച പരോട് വെട്ടും ഞാൻ. ഒരു ഷുഗർ ലോക ഇച്ചിരി മുട്ടായി എങ്ങനെ താടി? മുട്ടായില്ല, അങ്ങനെ ഷുഗർ ലോ ആവട്ടെ. ഈ അളവൊക്കെ കുറെ കണ്ടതാ സന്ധ്യ. മര്യാദയ്ക്ക് ഇവിടെ പോകാൻ നോക്ക്. തരത്തില്ലല്ലേ? തരത്തില്ലല്ലേ? മുട്ടായി തരില്ല. ഇല്ല തരില്ല. ഗുണ്ടായിസം എന്റെ അടുത്ത് എടുക്കരുത്. തരത്തില്ല. വേണ്ട എനിക്ക് ഇവിടെ ഇരിക്കാലോ. എനിക്കിവിടെ ഇരിക്കുന്നതിന് കുഴപ്പമൊന്നും. ഞാനിവിടെ ഇരിക്കും. ചാലം കഴിയുമ്പോൾ നീ വെള്ളം എടുക്കാൻ പോലെ കടയടിച്ചു പൊട്ടിക്കും. കൊല്ലും ഞാൻ. എന്നെ അടിക്കാൻ കറ ഞാൻ
നീ പാടി. എന്നാടി കളരി അറിയാം, എന്നാടി കരാട്ടെ അറിയാം, എല്ലാ സകല മർമാണി പരിപാടി അറിയാം. ആണോ? ആ എന്നെ നീ എന്നാടി നീ പാ അടി നീ പാ അടി പാടി അടി എന്നെ അടി അടി എന്നെ അടി എന്നെ അടി അടി എന്നെ അടി. അങ്ങനല്ല, ഒരു ടൈമിംഗ് ഉണ്ടത്, ടൈമിംഗ് ഒരു താളം ഉണ്ടത്, ഒരു താളം ഉണ്ട്. ഇത് നിനക്ക് ഊരാൻ പറ്റുമോ? അല്ല ഊരിയാൻ വിഷയമില്ല, കാരണം വല്ലപ്പോഴൊക്കെ അല്ലേ ഉള്ളു ഇങ്ങനെ. എടി സന്ധ്യയെ, ഞാൻ എത്ര നേരം വേണമല്ലോ ഇങ്ങനെ കിടക്കാം, എനിക്കത് വിഷയമല്ല. പക്ഷെ അടുപ്പേ കിടക്കുന്ന ദോശ കരിഞ്ഞു പോയാൽ എന്നോടൊന്നും പറയില്ല. അയ്യോ എന്റെ ദോശ. ഇവിടെ അപ്പുറത്തുള്ള ആൾക്കാരായത് ഞാൻ ഊരിയിട്ടുണ്ട്. അപ്പോഴാണ് ഏട്ടാ അടി ഞാൻ വരും. ഞാൻ പിന്നെ ഞാൻ വരും. ഏട്ടാ മര്യാദയ്ക്ക് നീ പൈസ എടുത്ത് വെച്ചു. ഒരു പൈസ ഇല്ല. എന്നാ നിനക്ക് സ്വഭാവം അറിഞ്ഞോളൂ, ഞാൻ തരാം. ഞാൻ സന്ധ്യയുടെ അവന്റെ കളി. സന്ധ്യമയങ്ങും നേരം. ചേച്ചി, ഓ ഇനി എനിക്ക് പറ്റൊന്നും വേണ്ട. അതെന്ത്? നെന്മാറ വേലയ്ക്ക് പോയിരിക്കായിരുന്നു. നെന്മാറ വില തോന്നുന്നു. നെന്മാറ വേല എന്ന് പറഞ്ഞാൽ നെന്മാറയിൽ ഒരു വേല ചെയ്തിട്ട് വരുവാണ്, അതുകൊണ്ട് എനിക്കിന് പറ്റു വേണ്ടെന്ന്. ഓ നെന്മാറ നീ വീട്ടുവേലയ്ക്ക് പോയെന്ന്. ആ അത് പറഞ്ഞ പറ്റ എനിക്ക് വേണ്ട. ചേച്ചിയുടെ പത്രം പത്രം എന്നത്തെ പത്രമാണ് ചേച്ചിക്ക് മിനിഞ്ഞാന്ന് കൊണ്ട് തരാനുള്ള പത്രം. നീ ഒരു കാര്യം ചെയ്യണം. നീ എല്ലാ ദിവസത്തെ പത്രം കൂട്ടി വെച്ചിട്ട് നീ ഒരു 30 അല്ലെങ്കിൽ 31 ഈ പത്രം കൊണ്ട് ഇവിടെ എത്തിക്കണം. അത് നമുക്ക് 1 കൃത്യമായിട്ട് പൈസ വാങ്ങിയിട്ട് പോവാല്ലോ. ചേച്ചി എനിക്ക് ആകെ ഉള്ളൊരു വരുമാനമാണിത്. ചേച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ നിരുത്സാഹപ്പെടുത്തല്ലേ. ചേച്ചി ബണ്ണുണ്ടോ ചേച്ചി? ബണ്ണുണ്ട്. 2 പഴം എടുക്കരുത്. ആദ്യം തരാനുള്ള കാശ്. ചേച്ചി എന്നെ ഇങ്ങനെ പറയല്ല, അറിയല്ല. ഞാനും എൻ്റെ അച്ഛനും എൻ്റെ ചേട്ടനും നടക്കുന്ന ഒരു കൊച്ചു കുടുംബമാണ് ഞങ്ങള്. അതിന് ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ വളർത്തിയിട്ടുണ്ടല്ലോ, ഭയങ്കര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരുപാട് പ്രയാസപ്പെട്ട, ഒരുപാട് പ്രയാസപ്പെട്ട. അങ്ങനെയുള്ള അച്ഛൻ്റെ ഒക്കെ ഭാഗം വെക്കാൻ പറഞ്ഞപ്പോ വെച്ചില്ല. കൊല്ലണ്ടേ അങ്ങനെ അങ്ങനെ അച്ഛനായിട്ട് വളർത്തിട്ടോണ്ട് വന്നതിന് വരുന്ന പറവായത്. എനിക്ക് എന്തെങ്കിലും ഒരു പണം എന്താ ചേച്ചി? ഒന്നുമില്ല, നീ പോയി നീ ഒരു കാര്യം ചെയ്യ്. ഞാൻ ഇവിടെ ഇരിക്കുന്നതിന് കുഴപ്പമുണ്ടോ? ഇവിടെ ഇരിക്കുന്നതിന് കുഴപ്പമുണ്ടോ? ഇരിക്കുന്ന കുഴപ്പമുണ്ട്. കടയിൽ ആരും നീ അങ്ങോട്ട് പോയി, ഞാൻ വെള്ളം എടുത്തിട്ട് പോരാ. നീ പോവാൻ നോക്ക്. ഞാൻ പൊക്കോളാം. പോ. പന്നപ്പെണ്ണുമ്പുള്ള ഞാൻ എന്തെങ്കിലും എടുത്തിട്ട് കാര്യമുള്ളൂ. അറിയാൻ വരുമില്ല നമുക്കറിയാം. എന്തുവാണ് അതിന്റെ മൊത്തം പരിഗണന? കുപ്പിയൊക്കെ നടക്കി വെച്ചാന്ന് എന്ത് പറയുന്നത്? നീ പോവാൻ കുപ്പിയൊക്കെ നേരെ ഞാൻ വെച്ചിട്ടുണ്ട് രാവിലെ. ഞാൻ പോവാ. പോ. എടോ നല്ല കാര്യം ചെയ്യാൻ പറ്റത്തില്ലല്ലേ? പിന്നെ നല്ല കാര്യം. കടയും തുറന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ തരേണ്ട പറ്റിയിരട്ടവൻ. ദൈവമേ താക്കൂലേ. എന്ത് ചേച്ചി ഇവിടെ ഇരിക്കാൻ വേണ്ടി? ഇതെന്തോ ചേച്ചിക്ക് ഇന്നൊരു പ്രത്യേകത? അയ്യോ എന്റെ മുഖത്തൊന്നും ഒരു കള്ള ലക്ഷണവും ഇല്ല. എന്തോ ഒരു പന്തികടുണ്ടല്ലോ. എന്തോ ചേച്ചി ഒരു പന്തികടും ഇല്ല. എന്നെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല, ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. എന്തോ ചേച്ചി ഇത്? ഞാൻ അങ്ങനെ വേലക്കൊക്കെ പോയിട്ട് എന്റെ മുഖത്തൊക്കെ ഇത്തിരി മാറ്റമുണ്ട്. എന്തോ ഒരു പന്തികടുണ്ട്. ദൈവമേ കുപ്പിക്കകത്തായി പോയല്ലോ താക്കോല്. എങ്ങനെ ഇനി കുപ്പി തുറന്ന് എന്നെ കള്ളാന്ന് വിളിക്കും. ചേച്ചി തൊടരുത്. അതിൽ തൊട്ടാ ഞാൻ കൈവിട്ടു. നിന്നെ തുടരുതെന്നല്ലടാ പറഞ്ഞത്. തുടരുതെന്നല്ലടാ പറഞ്ഞത്. എന്തോ ഇത് പിടിപിടി ചേച്ചി, പയലെടുക്കുന്ന ചേച്ചി. എന്തോ ചേച്ചി ഇരുമ്പാണ് ചേച്ചിയുടെ കൈ. അപ്പൊ ഇവനാണ് പുതിയ ആള്. അതാണ് എനിക്കൊരു മുട്ടായി പോലും തരാത്ത. ഇതുപോലൊരു ദിവസം എന്റെ ഭർത്താവ് കമ്പിയായിട്ട് വന്ന് എന്റെ അടുത്ത്. ഞാൻ ആ കമ്പി വടി പിടിച്ച് ദൂരെ കളഞ്ഞിട്ടേ ഞാൻ ഇതുപോലൊരു പിടിയങ്ങ് പിടിച്ച് നിന്ന് വിറച്ചങ്ങേര്. നീ എന്റെ പിടിപിടി ചേച്ചി. ചേച്ചി അന്നേരം അങ്ങനെ എന്നെ കുറിച്ച് പറഞ്ഞെന്താണെന്ന് അറിയാമോ? ഞാനൊരു അയൺ ലേഡിയാണെന്ന്. ചോരയ്ക്കകത്ത് ഇരുമ്പിന്റെ അംശം കൂടി ഞാൻ അയൺ ലേഡിന്നൊക്കെ അങ്ങ് പറഞ്ഞു പിടിപ്പിക്കോ തന്നെ താൻ. നിന്നെ റെഡിയാക്കുന്ന റെഡിയാക്കി. അപ്പൊ ഇതാണ് പരിപാടി. അപ്പൊ ഇതാണ് എന്നെ അടുപ്പിക്കാത്ത എന്റെ പരിപാടി. എന്താ അല്ലേ? എന്റെ ഈ കത്തിക്ക് മൂർച്ചയില്ലെന്ന് അറിഞ്ഞോണ്ടല്ലേ നിന്റെ ഈ വളച്ചില് അല്ലേ അല്ലേ? അപ്പൊ നിങ്ങൾ രണ്ടുകൂടാണ് ഇപ്പം. ഇത് അപ്പുറത്തെ വീട്ടിലെ ഗോപാലകൃഷ്ണനാണ്. അപ്പുറത്തെ വീട്ടിലെ ഗോപാലകൃഷ്ണനൊക്കെ എനിക്കറിയാം. പക്ഷേ ഇതാണ് പരിപാടി. ഇവിടെ വേണം. എന്തുവാ കടപ്പാട്? ഞാൻ എപ്പോഴും ഇവിടെ വരുന്നതാണ് ചേട്ടാ. ആണോ? ഒരു സാധനം മേടിക്കാൻ പറ്റുന്നത് എന്നെ അറിയത്തില്ല. ഞാൻ അവിടെ ഉള്ള 500 രൂപ. ഇല്ല പൈസ തരത്തില്ലെന്ന് പറഞ്ഞില്ലേ? 500 രൂപ. ഞാൻ നേരത്തെ പറഞ്ഞ പൈസ തരത്തില്ലെന്ന്. തരത്തില്ലേ? ഇല്ല തരത്തില്ലേ? ഇല്ല. എന്റെ ദൈവമേ ഈ കാണുമാണെ കൊണ്ട് ഞാൻ തോറ്റു. അല്ല അങ്ങനെ ഇവിടെ നിന്റെ അടുത്ത് ഞാൻ എടുക്കും. അങ്ങനെ ഇവിടെ കൊള്ളത്തില്ല. പിള്ളേർക്ക് കൊടുക്കും. മുട്ടായി എടുത്ത് പിള്ളേർക്ക് കൊടുക്കും. ദൈവമേ അതിനിപ്പോ എന്തുവാ? അല്ലേ 2 മുട്ടായി തന്ന ഭർത്താവിന്റെ പെൺമുള്ള കടയിൽ തരത്തില്ലെങ്കിൽ പിന്നെ
ചേട്ടനെങ്ങും പോകില്ല. ഇപ്പൊ എവിടെയെങ്കിലും പോകുന്നുണ്ടോ ചേട്ടൻ? ആ ഞാനൊന്ന് വെളിക്കിരിക്കാൻ വന്നുമായിരുന്നു അതിന്റെ കൂടെ. ഇല്ലില്ല. ആ, പിന്നെ എനിക്ക് ചേട്ടനെ അറിയാം. അയ്യോ ചേട്ടൻ അടിപൊളിയല്ലേ? ആണോ? ഓ ചേട്ടനെ ഇടിയെന്ന് പറഞ്ഞോണ്ടല്ലോ, ആന്യ ഇടിയാ കേട്ടോ. ചേട്ടൻ ഇങ്ങനെ കാല് പൊക്കി. അല്ലേ ചേട്ടാ, ചേട്ടൻ ഇങ്ങനെ കാല് പൊക്കി മറ്റവനെ ഇങ്ങനെ ഇങ്ങനെ വെക്കത്തില്ലേ? അതെ, അതെ, അതെ. ഭയങ്കര സ്റ്റൈൽ കേട്ടോ കാണാൻ. അല്ലല്ല, അത് അന്നേരത്തെ ഒരു സ്റ്റൈൽ, അന്നേരം ഒരു സാധനം ഞാൻ ചെയ്താ. ആണല്ലേ? ചെയ്താ ചേട്ടാ ശരിക്കും പറഞ്ഞോണ്ടല്ലോ, എനിക്കൊരു ഗുണ്ടയാണോന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആണ് സത്യം. ഇവിടെ ഓരോരുത്തർക്ക് നമ്മളെ ഒരു വിലയില്ലാത്ത കണ്ടോ. പയ്യന്മാർ ഇവിടെ പുതിയ ഫാൻസ് അസോസിയേഷൻ ഒക്കെ തുടങ്ങാൻ പോണേ എനിക്ക് അറിഞ്ഞൂടാ. സത്യത്തിൽ നിങ്ങൾക്കൊരു യൂണിയൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ യൂണിയനിൽ ചേർന്നേനെ. എന്റെ വീട് എവിടെടാ? എന്റെ ഇവിടെ തൊട്ടടുത്ത് ചേട്ടാ, ചാനൽ കലിങ്ങില്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്. ആ കലിങ്ങിന്റെ തൊട്ടപ്പുറത്ത്. അത് ശരി. ചേട്ടാ ഈ അടവൊക്കെ എങ്ങനെ പഠിച്ചു ചേട്ടാ? അടവെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പല അടവുണ്ടാ, അടിക്കാൻ വരുന്നവന്റെ ലക്ഷണം കണക്കിരിക്കും. അങ്ങനെ നമ്മൾ ഓരോ അടവ് ഇറക്കി ഈ കൊടുക്കും. പുറകിൽ നിന്ന് ഇങ്ങനെ പൂട്ടിട്ട് പിടിക്കുന്ന അടവുണ്ടല്ലോ, ഞാൻ അങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഏതടി എവിടെ ചേട്ടാ ചാണ്ടിപ്പള്ളിക്ക് അല്ലെങ്കിൽ അപ്പുറത്ത് കിടന്ന ഒരു അരി ഉണ്ടാക്കിയില്ലേ പടയണിക്ക്? ഇങ്ങനെ വന്ന് ചേട്ടൻ ഇങ്ങനെ പിടിച്ചില്ലേ പുറകിന്ന്? ഇങ്ങനെ വന്ന് പിടിച്ചു. ഞാൻ ഇങ്ങനെ പിടിച്ചു, ഇങ്ങനെ അടിച്ചല്ലേ? അങ്ങനെ അടിച്ചു. ഇങ്ങനെ പുറകിൽ നിന്ന് എടുത്ത് വന്നിട്ടല്ല. ആ ഇങ്ങനെ പിടിക്കത്തില്ലേ? ഇങ്ങനെ പിടിക്കുമ്പോ ഇങ്ങനെ എടുത്ത് ഞാൻ അടിക്കാം. നമ്മള് അങ്ങനെ പിടിച്ച് പതുക്കെ നമ്മളെ അപ്പൊ എങ്ങനെയാ ചേട്ടാ ഊരുന്നേ? ചേട്ടാ അല്ല ചേട്ടാ, അതെങ്ങനെ ഊരുന്നേ? കണ്ടാ പറയൂ. സോറി സന്ധ്യയെ ഞാൻ നിന്നെ ചുമ്മാ തെറ്റിദ്ധരിച്ചു. അല്ല ചേട്ടാ, ആ ഇങ്ങനെ ഊരുന്ന സംഭവം ഒന്ന് പഠിപ്പിച്ചായിരുന്നു. ഊര് ഞാൻ പഠിപ്പിച്ചായിരുന്നു. നീയുടെ കൈ ഒരടവും ഇനി ഞാൻ പഠിപ്പിക്കാൻ പോവാ. ഇനി നിന്നെ ഞാൻ കൊട്ടാരക്കര കിടന്ന് ആടിയുണ്ടോ? അതറിഞ്ഞാടാ? ഇല്ല. ആടി അറിഞ്ഞില്ലേ? പക്ഷെ അന്ന് ഞാൻ കാല് വീശി അടിച്ച കാലിന് വേനടെ. കാലങ്ങനെ ഉളുക്കിയോ? കാല് ഉളുക്കിയത്. എനിക്ക് തീരുമാനം അറിയോ? എനിക്ക് തീരുമാനം അറിയാം. വിശ്വാസമാണോ? മനസ്സിലായി? ചെറുക്കൻ ഇംഗ്ലീഷ് പറഞ്ഞൂടാ. അപ്പൊ ഞാൻ തിരുമും. അത് എന്റെ മുത്തച്ഛൻ തിരുമുകാരനായിരുന്നു. അത് ശരി. മുത്തച്ഛന് കളരിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ വഴി ഞാനും കളരി പോയിരുന്ന് മുത്തച്ഛൻ എന്നെ പഠിപ്പിച്ച. ഈ കാലിനാണോ വേദന? ഈ കാലിന് വേന. ഈ കാലിനാണോ? ഈ കാലിനാണല്ലേ? ഈ കാലിന് വേന. അപ്പൊ വേറെ കാര്യമുണ്ട്, ഇതെല്ലാം ഓപ്പോസിറ്റാ. എങ്ങനെ? നമ്മളെ ഇവിടെ വേദന വന്നാ ഇവിടെ ആയിരിക്കും അസുഖം. അങ്ങനെ അതായത് ഈ കൈക്ക് വേദന വന്നാ ഈ കൈക്കായിരിക്കും നമ്മൾ തിരുവുണ്ട്. അങ്ങനത്തെയാ. അപ്പൊ ഇവിടെ വേദന വന്നാൽ ആ കാല് തിരുവണം. അപ്പൊ ഈ കൈക്ക് വേദന വന്നാൽ നമ്മൾ ഇവിടെയാണോ? ഈ കൈ തിരുവണം. അപ്പൊ ഒരു കാര്യം ചെയ്യടാ, ഈ കൈ ആദ്യം പിടി. ഈ കൈ പിടിയില്ല, കാരണം കാല് വിഷയമല്ല. നമ്മൾ രണ്ട് കുറഞ്ഞു തീരാന്ന് കേട്ടത് കൈ വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന പൊതു കൊടുക്കുന്ന. അങ്ങനെ ചേട്ടാ, ഇപ്പൊ കൈക്കാണെങ്കിലും തലയ്ക്കാണെങ്കിലും അസുഖമെങ്കിലും ഞരമ്പെല്ലാം പോകുന്ന കാലേ കൂടെ. അത് കറക്റ്റാ. അപ്പൊ ഈ കാല് വേണം തിരുവാൻ ആദ്യം. അങ്ങനെയാണോ? കാല് തിരുവണം. എന്നാ കാല് തിരുമ്മി. ചേട്ടൻ കൂടെ തിരുമ്മിക്കോ. ഇവിടെ കട. ഈ കാല് തിരുമ്മിക്കോ. നല്ല പിന്നെ അതിപ്പോ എന്തോ ഈ കാലല്ലേ? കണ്ടോ? ചുമ്മാ ഓരോരോ വേലകളും കൊണ്ട് ചേർക്കന്റെ ഓരോ എന്തോ ചെയ്യാനെന്ന് പൗരഷിച്ച് കൂടിയും പോയും ചെയ്ത്. കാല് വേനയില്ല, കുഴപ്പമില്ല. സന്ധ്യേ 500 താടി പറഞ്ഞില്ലേ? ഞാൻ ചേട്ടന്റെ ഒരു കാര്യം ചോദിച്ചോട്ടെ. എന്താ? ഉർവശി ചേച്ചി സ്ഫടികത്തില് മോഹൻലാലിന്റെ മുഖത്തിരിക്കുന്ന ഗ്ലാസ് ചോദിക്കുന്നുണ്ട്. ക്ലാസ് ചോദിക്കുന്നു. അതുപോലെ ഈ ഒരു ശിഷ്യനായിട്ട് എന്നെ അംഗീകരിച്ചെങ്കിൽ ഞാൻ ചേട്ടനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. എനിക്ക് ചേട്ടന്റെ അണ്ടർവെയർ ഊരി തരാവോ? അണ്ടർവെയർ അത് മതി. പരിചയവും ഇല്ല. ഇതെന്താണ് ഇവനെ ഉദ്ദേശിച്ചോന്ന്? അണ്ടർവെയർ ഓളും നമ്മളുടെ കോട്ടി അടിക്കാനുള്ള പരിപാടിയാന്ന്. അങ്ങനെ അങ്ങനെ ഞാൻ കുണ്ടല്ലേ. പിന്നെ അങ്ങനെ ഒരു സംശയം തോന്നാനേ. അണ്ടർവെയർ എന്താ കീറി കിടക്കണ്ടാ ഇവിടെ ഇങ്ങനെ. അത് ഞാൻ ഒരു സാധനം കൊടുത്താ പുതിയത് കൊടുക്കും. അതാ. വേറൊരു കാര്യമൊന്നും ഉണ്ട് ചേട്ടന്, സസ്പെൻസ് ആണ്. എന്തുവാ? ഞാൻ പറയണോ? അത് പറഞ്ഞാൽ ചേട്ടൻ ഇവിടെ കിടന്ന് തുള്ളിച്ചാടും. എന്തുവാ? അതൊക്കെ എനിക്ക് അടുത്തോട്ടൊന്നും പറഞ്ഞ ഞാൻ മാറി എന്നൊക്കെ സംസാരിച്ചാ. അല്ല, ഒരു സംഭവം ഉണ്ട്. എന്തുവാ? പറയട്ടെ. ഇന്ന് ചേട്ടന്റെ ബർത്ത്ഡേയാ. ഇന്ന് ചേട്ടന്റെ ബർത്ത്ഡേ അറിയാവോ? എന്റെയോ? ചേട്ടൻ ഇന്ന് 46 വയസ്സ് തികയുന്ന ദിവസമാ. പക്ഷെ ചേട്ടനെ കണ്ട ഒരു 38 പറയത്തുള്ളൂ. ഈ മുതുക്ക് പുല്ലിനൊക്കെ എന്നേ കളഞ്ഞിട്ട് പോണ സമയം കഴിഞ്ഞു. അതെ, ഇതൊക്കെയാണ് നമ്മളെ പ്രത്യക്ഷത്തിൽ അല്ലടാ. കളയുന്ന കള വേറെ ഞാൻ സെറ്റപ്പ് ചെയ്ത് തരാം. നിന്റെ ഉണ്ടാ പരിചയത്തിൽ പെമ്പിള്ളേർ വല്ലതും കല്യാണം കൂടെ നമ്മുടെ ഈ ഉണ്ടായ വിഷയമില്ല. അങ്ങനത്തെ വിഷയമില്ല. ഒരു വിഷയമില്ല. ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്. ആണോ? ഇഷ്ടമാണവരെ. എന്തായാലും എനിക്ക് സന്തോഷം. എന്റെ ഹാപ്പി ബർത്ത്ഡേ ആയിട്ട് കേട്ടാടി. നിനക്ക് ഓർമ്മ ഉണ്ടാടി? നീ കെട്ടിയോ എന്റെ ഹാപ്പി ബർത്ത്ഡേ? ആ ചെറുക്കനറിയാം എന്റെ ഹാപ്പി ബർത്ത്ഡേ ഇന്നാന്ന്. അപ്പൊ എനിക്ക് ചേട്ടൻ എന്താ തരുന്നത് ഇന്ന്? എന്റെ കത്തിയെടുക്കാം. ഈ കത്തിയ റഞ്ഞി എടുത്തു. കത്തി വേണ്ട. പിന്നെന്താ കൊടുക്കാനാ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ചേട്ടൻ തെറ്റിദ്ധരിക്കരുത്. ഇല്ലില്ല. ചേട്ടന്റെ
പോക്കറ്റിൽ കിടക്കുന്ന ആ മുട്ടായി എനിക്ക് തരാമോ? ശ്ശേ, ഈ കുഞ്ഞു കാര്യത്തിനാണ് ഈ ചെറുക്കാന് ആവശ്യമില്ല അണ്ടർവെയർ ചോദിക്കുന്നത്. എന്തെല്ലാം അടിക്കണ്ട ചേട്ടാ, എന്തിനാ അടിക്കണം? ഇപ്പൊ മൊത്തം വേണമെങ്കിൽ മൊത്തം എടുത്ത് കൊണ്ടുപോകും. തീരാവുന്ന കേസാണെങ്കിൽ അങ്ങനെ അങ്ങ് പോടല്ലേ. അങ്ങനെ അങ്ങ് പോണെങ്കിൽ അങ്ങ് പോട്ടെ. അല്ലല്ല, ഞാൻ പൈസ ഞാൻ എടുത്താണെങ്കിൽ അവന് കൊടുക്കാൻ മുട്ടായി. പോട്ടെ പോകട്ടെ. ഞാൻ വെറും അങ്ങ് പൊട്ടനും ലോക്കലും വന്നുള്ള ധാരണയിൽ നീ അങ്ങ് പോരുത് ഇല്ല. കേട്ടോ. മനുഷ്യൻ അങ്ങ് പറ്റിച്ചങ്ങ് പോകാന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ ഇല്ല ചേട്ടാ, ഞാൻ വേണ്ട. ഇത്ര നേരം ഇവിടെ കിടന്ന് ഷോ കാണിച്ചു. ഞാൻ എന്താ ഒന്നും മിണ്ടാഞ്ഞേ? എനിക്ക് ചേട്ടന് ഇഷ്ടമാണ്. നീ പറഞ്ഞതിൽ പല കാര്യം ഉണ്ടായിട്ടേ മിണ്ടായി. എന്നിട്ട് അവസാനമായിട്ട് നീ ഒരു വാക്ക് പറയാൻ അങ്ങ് പോവാന്നോ നീ? അയ്യോ ഇല്ല ചേട്ടാ, ഞാൻ ചേട്ടനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടനോട് ബഹുമാനമാണ്, എനിക്ക് ഗുണ്ടാകാൻ ആഗ്രഹമുണ്ട്. എല്ലാം സത്യമാണ് ഞാൻ പറഞ്ഞത്. എന്നാ പറയടാ. എന്തോ ചേട്ടാ, ഇനി എന്താ പറയണ്ടത്? ഹാപ്പി ബർത്ത്ഡേ പറ. ഞാനത് മറന്നു. എന്റെ പൊന്ന് ചേട്ടാ, ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ അത് തന്നെ. രാജേഷ് ചേട്ടാ, ശ്യാം ചേട്ടാ, ബിജു ചേട്ടാ, എനിക്ക് ആ തട്ടുകടയുടെ സെറ്റപ്പ് നല്ല ഇഷ്ടപ്പെട്ടു. നല്ലൊരു നാടൻ തട്ടുകടയായിരുന്നു. എന്തായാലും സ്കിറ്റും അതുപോലെ തന്നെ രസമുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. നമുക്ക് നേരെ നമ്മുടെ കാര്യക്കാരിലേക്ക് പോവാം. സ്റ്റാർട്ടിങ് വിത്ത് നസീർക്ക. രാജേഷേ, ശ്യാമേ, ബിജു, ഇതിന്റെ സ്ക്രിപ്റ്റ് തെരഞ്ഞെടുത്തപ്പോൾ നിങ്ങൾക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നോ? അത് നമ്മളെല്ലാ സ്കിറ്റും എടുക്കുമ്പോൾ നമുക്കൊരു വിശ്വാസം ഉണ്ട്. കളിച്ച് കയറ്റാമെന്നൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. കളിച്ച് കയറ്റാൻ സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് അവിടെ ആ ഏരിയ ഓക്കെയാണ്. പിന്നെ ആക്കി നമുക്ക് പിടിക്കാം. ഇല്ല, ശ്യാമ് വരുമ്പോൾ ഒരു കൊണ്ടുവരുന്ന സംഭവം ചെറുതാണെങ്കിൽ അത് കളിച്ച് ബോംബാക്കാറുണ്ട്. അതാണ് ഇവിടെ നമ്മൾ സാധാരണ കണ്ടുവരാറുള്ളത്. ഇതുവരെ നിങ്ങൾ ചെയ്തിരിക്കുന്ന അങ്ങനെയാണ്. സബ്ജക്റ്റ് നീ പറയുന്ന വലിയ കഴമ്പില്ലെങ്കിലും പക്ഷെ നിങ്ങളുടെ കളി ഹൈ പവറിൽ നിന്ന് കളിച്ച് കയറ്റുന്നൊരു സാധനമായിരിക്കും. ഇതിൽ സബ്ജക്റ്റ് വലിയ ബലമുള്ളതല്ല ഒന്നത്. രണ്ടാമത് നിങ്ങളുടെ കളി തന്നെ ഒരു സ്ലോ മട്ട്, ഒരു എന്തോ ഒരു മേലാരിക, ശ്യാമിന് വല്ല വയ്യാഴിയോ വല്ലതും ഉണ്ട്. ശ്യാമിൻ്റെ പവറേ ഇതല്ല. മൊത്തത്തിൽ എന്തോ ഒരു ആയുർവേദം ഫീൽ ചെയ്തു. ഒരു ചെറിയ നുറുങ്ങിച്ചിരി അതിനുള്ള ഏരിയ കിട്ടിയുള്ളൂ. സാരമില്ല, എപ്പോഴും അല്ലേ, എപ്പോഴും അപ്പം നന്നായി വരുമോ? ചില ഭാഗത്തൊക്കെ ചില വീഴ്ച ഒരു പക്ഷേങ്കിൽ കണ്ണാവാം. ആ കൂട്ടത്തിൽ എടുത്താൽ മതി കേട്ടോ. അങ്ങനെ എടുത്താൽ മതി. നമുക്ക് വേണ്ടത് എന്താണോ അത് കിട്ടിയിട്ടില്ല. അതിന്റെ അപ്പുറത്തേക്ക് വിവരിച്ച് നിങ്ങളെ ടെൻഷൻ അടിപ്പിക്കുന്നില്ല. ഓക്കെ, അടുത്ത പ്രാവശ്യം കാണാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഇക്ക, താങ്ക് യു സോ മച്ച്. പ്രചോദേട്ടാ, ശ്യാമേ, രാജേഷേ, ബിജു, സത്യം നിങ്ങൾ വന്ന് നിൽക്കുമ്പോൾ നമ്മളെന്ന് പറയുന്നത് ചിരിക്കാൻ റെഡിയായിട്ടും ഞങ്ങൾ ഇരിക്കാറുണ്ട് സാധാരണ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഒരു നിങ്ങൾ ചെയ്ത് വരുമ്പോൾ ഒന്നിനൊന്ന് കണക്ട് ചെയ്ത് കുറേ സാധനങ്ങൾ ബിൽഡ് ചെയ്ത് കുറേ പെർഫോമൻസിലൂടെ വരുമ്പോൾ ഭയങ്കര രസമാണ് കണ്ടിരിക്കാനാണ്. ഇന്ന് പക്ഷേ അതിനകത്തൊരു മാറ്റർ, ആദ്യം ബിജു വന്ന് പറഞ്ഞൊരു സാധനത്തിൽ നെന്മാറ വേല എന്ന് പറയുന്നൊരു സാധനത്തിന് കൗണ്ടർ മിസ്സായി അല്ലേ? ഒരു സാധനം അവിടെ നിന്ന് പോയി, ഒരു സാധനം മിസ്സായി. പക്ഷേ അത് കഴിഞ്ഞിട്ട് വന്നു. പിന്നെ അതിനകത്ത് കണ്ടന്റുകൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് വർത്തമാനം പറഞ്ഞ് നിൽക്കാനായിട്ട് ഒരു സാധനം അതിനകത്ത് വന്നില്ല. എന്താ പറയുക, നസീർക്ക പറഞ്ഞ പോലെ ഒരു എനർജി കുറവ് തോന്നി. കാരണം നിങ്ങളുടെ സ്ഥിരം കലയുടെ ഒരു പാറ്റേൺ അല്ലാതെ എവിടേക്കോ ഒന്ന് വിട്ട് പോകുന്നു, സ്ലിപ്പായി പോകുന്ന പോലെ തോന്നി. ഫയറായിട്ട് നിൽക്കുന്നത് സാധാരണ ബിജുവൊക്കെ ഒന്ന് സൗണ്ട് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും. 1-2 റിപ്പീറ്റേഷൻ വരുമ്പോൾ തന്നെ. അതിനുശേഷം താക്കോലിൻ്റെ കാര്യത്തിലേക്ക് വന്നപ്പോഴും ആ പ്ലേ എനിക്ക് തോന്നുന്നത് എന്തോ ഒരു വലിവ് കണ്ണു കിട്ടിയതാവാൻ നസീർക്ക പറഞ്ഞ പോലെ. സ്ഥിരം സിൽവറും അവരത് സീരിയസ് ആയിട്ട് എടുക്കുവേ. ഞാൻ പറഞ്ഞ സാധാരണ നിങ്ങൾ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ ചിരിയാണ് ഫുൾ. കാര്യം ഒന്നുമില്ലെങ്കിലും ഞാൻ ഇന്നാളും പറഞ്ഞു, ഒരു വെള്ള പേപ്പർ കിട്ടി അതിൽ സ്ക്രിപ്റ്റ് ആക്കുന്ന ആൾക്കാരാണ്. അത് 3 പേരും പറന്ന് നിൽക്കുന്നവരെ. പക്ഷേ ഇന്നത്തെ എന്തോ ഒരു സാധനം എവിടേക്കോ മിസ്സായ പോലെ. കുഴപ്പമില്ല, നമുക്ക് എന്താ പറയുന്നത്, എല്ലാ ദിവസവും നമ്മുടെ ദിവസമല്ല. അടുത്ത പ്രാവശ്യം നമുക്ക് പൊളിക്കണം. ഓക്കെ, പൊളി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു പ്രചോദേട്ടാ. ഷാജു ചേട്ടാ, ശ്യാം, ബിജു, രാജേഷ്, നിങ്ങളുടെയൊക്കെ സ്കിറ്റിൻ്റെ ഞാൻ ഇവിടെ ലിസ്റ്റ് വരുമ്പോഴേ നമ്മൾ കാത്തിരിക്കുന്ന സ്കിറ്റുകളാണ്. കാരണം ആ ഒരു കോമ്പിനേഷൻ ഭയങ്കരമായിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്, ഭയങ്കര പെർഫോമേഴ്സാണ്. അതൊരു വലിയ നമുക്ക് പ്രതീക്ഷയാണ്. ഞാനിങ്ങനെ നോക്കിയിരിക്കുകയാണ്, ശ്യാമൊക്കെ എപ്പോഴാണ് വരണമെന്ന് പറഞ്ഞിട്ട് നോക്കിയിരിക്കുകയായിരുന്നു. പക്ഷേ ഇതിനകത്ത് ഈ പറയുന്ന പോലെ ഹ്യൂമർ കുറവായിരുന്നു. ചില ഏരിയകളിൽ ഇപ്പോൾ ബിജു ഒക്കെ കുറച്ച് ഏരിയയിൽ ഇല്ല, ബാക്കിൽ തന്നെയാണ് നിൽക്കുന്നത്. ഈ 2 പേര് മാത്രമായി പെർഫോം ചെയ്യുന്നൊരു ഏരിയ ഉണ്ട്. അപ്പോൾ അവരെ 3 പേരും കൂടി ഉള്ളൊരു പ്ലേ കറക്റ്റായിട്ട് കിട്ടിയില്ലെന്നുള്ളൊരു ഇതാ തോന്നുന്നു. നമ്മൾ ആക്ച്വലി ഇവിടെ ജഡ്ജസ് ആയിട്ടല്ല, ഇതിപ്പോൾ പ്രേക്ഷകർ നാളെ ഇത് കാണുമ്പോഴും അവരുടെ അഭിപ്രായം ഈ പറയുന്ന നമ്മൾ പറയുന്ന കൂട്ടത്തിലായിരിക്കുമല്ലോ. എങ്കിലും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷ മാത്രമേ ഉള്ളൂ നാളെയും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കാര്യക്കാരുടെ കമന്റ്സ് നമ്മൾ കേട്ടു. അങ്ങനെയെങ്കിൽ ഞാൻ അടുത്തതായിട്ട് ഇവർ ഇന്ന് നേടിയ സ്കോർ എത്രയാണെന്ന് നമുക്കറിയാം. സ്റ്റാർട്ടിങ് വിത്ത് ഷാജു ചേട്ടൻ തന്നെ തുടങ്ങിക്കും. ഞാനൊരു 8,000. 8,000. ഇക്ക? അല്ല, അടുത്ത പ്രാവശ്യം ഗംഭീരമാക്കുമെന്ന് നമുക്കറിയാം. അതെ, അതിന് വേണ്ടിയിട്ട് ഞാൻ അത്രയും തരികയല്ലേ, ഞാനൊരു 5,000 രൂപ തരുള്ളൂ. ഓ, അപ്പൊ 13,000 രൂപയാണ് ഇപ്പോ ടോട്ടൽ വന്നിരിക്കുന്നത്. ഇനി ഹൈഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ സ്വന്തം പ്രചോദേട്ടനാണ്. ചേട്ടാ പിടിച്ചോ. 20,000 രൂപയാണ് നേടിയിട്ടുള്ളത്. കുഴപ്പമില്ല, ചേട്ടന്മാര് പറഞ്ഞതുപോലെ നമുക്ക് എന്തായാലും അടുത്ത തവണ ഗംഭീരമായിട്ട് തിരിച്ചു നടത്താം. അത്രേ ഉള്ളൂ അല്ലേ?
സ്പോർട്സ്മാൻ സ്പിരിറ്റ്. അല്ലേ തന്നെ ഒരു പറച്ചിലുണ്ട്, ആ അവന്റെ ഇച്ചിരി പൈസ ചോദിക്കാം ഇതോടെ അതങ്ങ് തീരും. അതങ്ങ് നമ്മൾ മാറ്റി കൊടുത്തല്ലോ. അല്ല, അല്ലെങ്കിൽ തന്നെ ശ്യാമൻ നിന്നിട്ട് അണ്ടർവെയർ ചോദിച്ചാളോ രാജേഷ്. പിന്നെ ഇനി അതും കൂടെ ഉള്ളത്. ബിജു ആ പൊളി. ഓക്കെ. നമുക്ക് പ്രശ്നമില്ല, കാരണം ഇത് കിട്ടിയാലും ഇതാ മൈൻഡ്, അങ്ങോട്ടാ മേലോട്ട് പോയാലും നമ്മൾ ഈ മൈൻഡേ ഉള്ളൂ. അതുകൊണ്ട് അടിപൊളി, സൂപ്പർ. അപ്പൊ എന്തായാലും നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെയുടെ വേദിയിൽ ഒരു വെറൈറ്റി ഐറ്റവുമായി എത്തുന്നു നമ്മുടെ എല്ലാവരുടെയും സ്വന്തം കൊച്ചു പ്രദീപേട്ടൻ, ശ്രീജു ചേട്ടൻ ആൻഡ് സൂര്യശ്രീ ചേച്ചി. ദൈവമേ, ചമ്മന്തിപ്പൊടി റെഡി, അച്ചാറ് റെഡി, ഈ മനുഷ്യന്റെ ഷർട്ട് സാധനങ്ങളെല്ലാം ഞാൻ എടുത്തു വെച്ചോ എന്ന് എനിക്കൊരു സംശയമാങ്ങ്. ഇപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് കണ്ടില്ല കേട്ടില്ല എന്ന് വല്ലതും പറയുമോന്ന് എന്താന്ന് അറിയത്തില്ല. ഭർത്താവ് വന്നിട്ട് അങ്ങ് തിരിച്ചു പോകുമ്പോ മനസ്സിനങ്ങ് വിഷമമാങ്ങ്. നിങ്ങൾ കൊണ്ടോകണേ. പക്ഷെ എനിക്കാണെങ്കിൽ അങ്ങ് ചിലപ്പോഴൊക്കെ എന്തുവാന്ന് അറിയത്തില്ല, ഇടയ്ക്കിടയ്ക്ക് അങ്ങ് വരും, ഇടയ്ക്കിടയ്ക്ക് അങ്ങ് പോകും. ചേട്ടാ, ചേട്ടന് കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെക്കുമായിരുന്നു. എന്റെ ദൈവം, നിനക്ക് തലയ്ക്ക് വല്ല ഓളമുണ്ടോ? എന്തുവാ ഇതൊക്കെ ഇപ്പൊ അങ്ങ് കെട്ടിച്ചോന്ന് കൊണ്ടുപോകണം എന്തിനാ? ഇതൊന്നും ചേട്ടനല്ലെന്ന്, പിന്നെ അവിടെ കൂടുള്ളവർക്ക് കൊടുക്കാമല്ലോ. 2 കൊല്ലമായില്ലോ അവരൊക്കെ ഒന്ന് നാട്ടിൽ വന്നിട്ട്, കഴിക്കട്ടെ എല്ലാവരും. എടി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? എന്താ? എടി ഞാൻ ഒന്ന് പോണം, 2 ദിവസം കഴിഞ്ഞിട്ട് പോയാ പോരാ? ദേ 2 ദിവസം മുമ്പ് ഇതുപോലെ നിന്ന് ചിണുങ്ങിയത് കൊണ്ടാ ഇപ്പൊ താമസിച്ചത്. പോ നോക്കിക്കേ. ഞാൻ ഇനിയിപ്പോ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കൊല്ലം കഴിയണം ഇങ്ങോട്ട് പോയി. 2 കൊല്ലം ദാ പിടിച്ചോന്ന് പറഞ്ഞാണക്ക് അങ്ങ് പോകും. ശരിയാ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ജോലിയുണ്ട്, അവരതിന്റെ കൂലി തരുന്നുണ്ടോ? പിന്നെന്തിനാ വിഷമിക്കുന്നത്? ധൈര്യമായിട്ട് പോ. അതല്ലെന്ന്, എനിക്ക് 2 കൊല്ലത്തേക്ക് എന്റെ പൊന്നിനെ കാണാണ്ടിരിക്കാൻ പറ്റുള്ള അതല്ലേ? ആ സാരമില്ല. ഒരു കാര്യം ചെയ്യും, ഇത്തവണ പോകുമ്പോ നീ എന്റെ കൂടെ അങ്ങ് കയറി വാ. എന്നെ അങ്ങോട്ട്? ഇവ പറയുന്ന കേട്ടാ തോന്നുന്നു ഞാൻ ഗൾഫിൽ പോവാന്നെന്ന്. 10 ദിവസത്തെ ജയിലിന്റെ പരോള് കഴിഞ്ഞ് ഇറങ്ങി വന്ന് നിൽക്കുവാ. എന്നിട്ട് 2 ദിവസം ഇപ്പൊ തന്നെ അധികത്തെ കഴിഞ്ഞിട്ടുണ്ട്. മര്യാദക്ക് കയറി പോവാൻ നോക്കിക്കോ, ഇല്ല അവന്മാരെല്ലാം കൂടെ തിരക്കി ഇങ്ങോട്ട് വരും. എന്നാലും ഞാൻ പോണോന്ന്. എനിക്കറിയാൻ വയ്യാത്തൊരു കാര്യവേ, 10 ദിവസത്തെ പരോള്. അതെ. ഈ 3 ദിവസം നിങ്ങൾ ഈ വീട്ടിലുള്ളായിരുന്നു. അതെ. ബാക്കി 7 ദിവസം എവിടെ ആയിരുന്നു? 7 ദിവസം എവിടെയായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ചുമ്മാ കയ്യും വീശി ഇങ്ങോട്ട് വരാൻ പറ്റുമോ? ഇവിടെ വന്നു കഴിഞ്ഞാൽ വട്ടച്ചെലവിന് കാശ് വേണ്ടേ? അതുകൊണ്ട് ഞാൻ വന്ന വഴിക്ക് ഒരു 3-4 ബാഗൊക്കെ നോക്കി വെച്ചു. ബാഗോ? ബാഗല്ല, ബാങ്ക് കുത്തി തുറക്കാൻ. സ്വന്തം ATM കാർഡ് ഇട്ട് പിന്നു കുത്തി സ്വന്തം പൈസ എടുക്കാൻ അറിയാൻ വയ്യാത്ത ഇങ്ങാരാ അങ്ങാര് ബാങ്ക് കുത്തി തുറക്കാൻ പോകുന്നേ? എന്തോ കാര്യത്തിന് ഇപ്പൊ പോലീസുകാർ നിങ്ങളെ പിടിച്ച് അകത്തിട്ടേക്കുന്നേ? മോഷണ കുറ്റത്തിന്. മോഷണ കുറ്റത്തിനല്ല, മോഷണം നടത്തിയിട്ട് ബുദ്ധിയില്ലായ്മ കാണിച്ചേനാ. എന്നെ ബുദ്ധിയില്ലായ്മ കാണിച്ചു നീ പറയണേ? ഇങ്ങാര് ഗൾഫുകാരന്റെ വീട്ടിൽ പോയിട്ട് സ്വർണ്ണവും പണവും എല്ലാം മോട്ടിച്ചോണ്ട് വന്നു. വീട്ടിൽ വന്നപ്പം ഇയാളുടെ മൊബൈൽ അവിടെ വെച്ചിട്ട് അവിടെ ഇരുന്ന് ആരുടെയോ ഫോൺ എടുത്ത് വന്നു. എന്നിട്ട് ഇവിടെ ഇരുന്നോണ്ട് സ്വന്തം ഫോണിലേക്ക് വിളിക്കുക. 5 മിനിറ്റ് പോലും എടുത്തില്ല, പോലീസുകാർ ഇവിടെ വന്നു. അങ്ങനെയല്ലേ നിങ്ങളെ പകത്ത് കിടക്കുന്നത്? അതിലിപ്പോ എന്നെ കുഴപ്പം? ഫോൺ മാത്രം അവരെ ചാർജർ എന്റെ കയ്യിലാ. നിങ്ങളൊരു മണ്ടനായി പോയല്ലോ. എന്റെ പൊന്നു മനുഷ്യ, ഇത്രയും മോഷണമൊക്കെ നിങ്ങൾ ചെയ്തിട്ടും എനിക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടു തരുന്നുണ്ടോ? ഈ അങ്ങനത്തെ വർത്താനം പറയല്ലേ. ഞാൻ നിന്നെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കയ്യും വീശി വന്നിട്ടുണ്ടോ? അതില്ല. പിന്നെ നീ എന്തെങ്ങനെ സംസാരിക്കണേ? നിനക്ക് നല്ല കിടക്കാച്ചി പാദസരം കൊണ്ട് തന്നേക്കല്ലേ? പാദസരമോ? എനിക്ക് പാദസരം ഒന്നും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. എനിക്കാണെങ്കിൽ ഇതൊന്നും ഇടാനുള്ള ഒരു മാനസികാവസ്ഥ പോലും എനിക്കൊരു അരഞ്ഞാണം മതിയായിരുന്നു. അത് ശരി, കയ്യത്തിനോർത്തുന്നല്ലേ പിടിച്ചു പറിച്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ നമുക്ക്. ഞാനൊരു കാര്യം പറയട്ടെ, ദൈവത്തെ ഓർത്ത് ഈ മോഷണം എന്നുള്ള പരിപാടി അങ്ങ് നിർത്ത്. നമുക്ക് നല്ല രീതിയിൽ അന്തസ്സായിട്ട് അങ്ങ് ജീവിക്കാമെന്ന്. ഞാനും ജയിലിൽ കിടക്കുമ്പോ ഇത് തന്നെ വിചാരിച്ചോണ്ടിരുന്നു. ഇനി മേലാലും മോഷണമായിട്ട് മുന്നോട്ട് പോയാൽ പറ്റില്ല. മാനവും മര്യാദയ്ക്ക് ഒരു ജോലി ഞാൻ നോക്കി നല്ല കിടക്കനായിട്ട് ചെയ്യണം. പിന്നെ ആകെപ്പാടെ നമുക്കുള്ളൊരു വിഷമം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ മാസ ലോണുകളുണ്ട്. വീടിന്റെ ലോണുണ്ട്, കാറിന്റെ EMI ഉണ്ട്, എല്ലാം കൂടെ ഒരു 10-65,000 രൂപ ചെലവ് വരും. അത് പിന്നെ നമുക്ക് എങ്ങനെയാലും തട്ടി മുട്ടിയൊക്കെ അങ്ങ് കഴിയാം. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് ഈ മോട്ടിക്കാൻ തോന്നണത്. പക്ഷെ നീ നോക്കിക്കോ, ഞാനിനി ജയിലിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാ നമ്മുടെ ഈ ടെറസിന്റെ മേളില് കഞ്ചാവ് കൃഷി നടത്താൻ പോവാണോ? കഞ്ചാവല്ലെന്ന്, കഞ്ചാവിനൊന്നും ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല. കാരണം
എന്നെ അറിയാവുന്നവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നർക്കോട്ടിക്സ് ഈസ് ഡർട്ടി ബിസിനസ്. അതുകൊണ്ട് അതല്ല, ഞാൻ നമ്മുടെ ടെറസിന്റെ മുകളിൽ ഒരു ട്യൂഷൻ ക്ലാസ് അങ്ങോട്ട് തുറക്കാൻ പോവാ. 10ാം ക്ലാസ് പോലും പാസ്സാവാത്ത നിങ്ങൾ ആർക്ക് ട്യൂഷൻ എടുത്ത് പഠിപ്പിക്കാൻ പോവാ നിങ്ങള്? മോഷണം പഠിപ്പിക്കണമെങ്കിൽ 10ാം ക്ലാസ് പാസ്സാവണമെന്ന് ആരടി നിന്നോട് പറഞ്ഞു? പക്ഷെ എന്നാലും എനിക്കങ്ങ് വിഷമോ ചേട്ടാ, എനിക്കങ്ങ് വിഷമോ. ആരടി? നമുക്കാണെങ്കിൽ കുഞ്ഞുങ്ങളില്ല, ചേട്ടനാണെങ്കിൽ അകത്ത്, ഞാനാണ് ഇവിടെ പുറത്ത് ഒറ്റയ്ക്കാണേ. ചേട്ടൻ അങ്ങ് പോകുവാണേ ഇന്നങ്ങ്. എടി പ്രാന്തി, ഇവിടെ കിടന്ന് ഞാൻ ഇവിടെ ഇല്ല, ഇവിടെ ആരുമില്ല, പിള്ളേരില്ല എന്നൊക്കെ വിളിച്ചു പോവല്ലേ? ഏതെങ്കിലും വേട്ടാവളിയന്മാർ ഇങ്ങോട്ട് കയറി വരുമെന്ന്. അയ്യോ എന്ന് പറയാൻ വന്നിട്ടോണ് മാറിപ്പോയി. അയ്യോ എടേ, ഞാനിവിടെ വന്നിട്ട് 3-4 ദിവസമായി. ഒരാളുടെ കൂടെ നീ ബൈക്കിൽ വന്ന് ഇവിടെ ഇറങ്ങേണ്ടത് ആരാ? അയ്യോ അത് യൂബർ ബൈക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാറിലൊക്കെ നമ്മൾ പോവില്ലേ, ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, നമുക്ക് എന്തിനാ കാർ? ഞാൻ അതുകൊണ്ട് യൂബർ ബൈക്ക് വിളിച്ചിട്ട് അങ്ങ് പോകും. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ നീ ഇവിടെ തന്നെ ഫ്രീ ആയിരുന്നു. എന്നിട്ടും അവൻ നമ്മുടെ മുമ്പിൽ കിടന്ന് ആ ബൈക്കിൽ കിടക്കണ്ട. അതെന്തിനാ? ഉണ്ടോന്ന് അറിയാൻ വേണ്ടി വന്ന. എങ്ങനെ ഓട്ടം കിട്ടുമോന്നറിയാൻ. ഓട്ടം ഉണ്ടോന്നറിയാൻ വേണ്ടി, നിന്നെ കാണാൻ വേണ്ടി ഇവിടെ വന്ന അവനല്ല ഊബർ. പിന്നെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കണം നിന്റെ കെട്ടിയവനായ ഞാനാണ് ഊബർ. ചേട്ടാ അങ്ങനെ പറയാ. അതെ, ഊബറായിരിക്കും കേറിപ്പോടി അവന്റെ ഒപ്പം. അയ്യോ അതൊരു ജീപ്പിന്റെ ശബ്ദമാ കേട്ടത്. അയ്യോ എനിക്ക് തോന്നുന്നത് പോലീസുകാരായിരിക്കും. അയ്യോ എന്നെ വിളിപ്പിക്കേ. എന്നെ എവിടെയെങ്കിലും കൂടെ ഹലോ, സാറ് ഞാൻ ഇവിടെ ഇച്ചിരി വെളിച്ചെണ്ണ വാങ്ങിക്കാൻ വേണ്ടി വന്നയാ. എന്തിന് വെളിച്ചെണ്ണ? എന്തിന്? പിള്ളേർക്ക് സ്കൂളിൽ കൊടുത്തൂടെ? ചൂടല്ലേ സാറേ? അപ്പൊ വെളിച്ചെണ്ണ പിള്ളേർ സ്കൂള്? നിന്റെ പിള്ളേർ പഠിക്കാനാ പപ്പടം കാച്ചാനാ സ്കൂളിൽ പോണം? നീ ആരെന്ന്? ഞാൻ ഈ സുപ്രലാലിന്റെ ഭാര്യ. 10 ദിവസമായി അവിടെ നിന്ന് പരോളെന്ന് പറഞ്ഞ് വന്നിട്ട് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. നീ എന്തിനാ എന്റെ അടുത്ത് കള്ളം പറഞ്ഞത്? എനിക്ക് നിങ്ങളെ അറിയത്ത പോലുമില്ല, ഞാൻ പിന്നെ എന്തിനാ സത്യം പറയണം? നിന്റെ ഭർത്താവിനെ ഒളിപ്പിക്കാൻ ശ്രമിക്കണ്ട, എനിക്ക് അവനെ ഇന്ന് ഇവിടുന്ന് കിട്ടണം. സാറേ സത്യമായിട്ട് ഇവിടെ ഇല്ലെന്നാ ഞാൻ പറഞ്ഞത്. ഞാൻ നോക്കട്ടെ. ഞാൻ നോക്കും. സാറേ അങ്ങനെ ഒരു വീട് കയറി പരിശോധിക്കാൻ പറ്റത്തില്ല. ഇല്ല ഇവിടെ ഞാൻ നോക്കും. കണ്ടോ സാറേ, ഒരു ഫീമെയിൽസിന്റെ അലമാരി ഒന്നും അങ്ങനെ ഒരു പരിശോധിക്കരുത് സാറേ. അലമാരിക്ക് ആണെന്നും പെണ്ണെന്നുണ്ടോ? അങ്ങനെയല്ല. പിന്നെ മാറിയില്ലോ സാറേ, അങ്ങനെ തുറന്ന് നോക്കുന്നത് മോശമാണ് സാറേ. എന്തോ പരിങ്ങുന്നത്? എനിക്ക് പറയുന്നില്ല, പുള്ളി ഇല്ലല്ലോ. കണ്ട എവിടെ സാറ് ചുമ്മാതെ. പക്ഷെ അവ ഇവിടെ തന്നെ ഉണ്ട്. ഇല്ല സാറേ, ഇവിടെ ഉണ്ട്. ഇല്ല, ഇവിടെ തന്നെ ഉണ്ട്. മര്യാദയ്ക്ക് ഉള്ളതുപോലെ പറ സാറേ. അങ്ങനെയാണ് ഈ ഗ്രന്ഥശാലയിലെ വായനശാലയുടെ പുറകിലിരുന്ന് ചിലപ്പോ പത്രം വായിക്കുന്നുണ്ടാവും. ഗ്രന്ഥശാലയുടെ പുറകെ ഇല്ലെങ്കിൽ ഞാൻ ഒരു വര കൂടെ വരും. ഹലോ ചേട്ടാ, ഇറങ്ങി വായിങ്ങോട്ട്. ആ മനുഷ്യൻ നിങ്ങൾ എന്നെ ആ പുലിയുടെ മുമ്പിലാന്ന് ഇട്ട് കൊടുത്തത്. നീ എന്ത് വെളിവില്ലായ്മയെ കാണിച്ച? എന്തോന്ന്? ആ ഗ്രന്ഥശാലയുടെ പുറകിൽ പോയി കഴിഞ്ഞാൽ എന്നെ പുള്ളി പിടിക്കില്ലേ? നിങ്ങൾ ഇവിടെ നിൽക്കൂല്ലയോ? ദൈവമേ, ഈ പോലീസ് പോയപ്പോ എനിക്ക് റിലേ പോയോ? ഇപ്പൊ എന്ത് ചെയ്യും? ആ മനുഷ്യൻ പോയിട്ടില്ല, അങ്ങാര് പോയിട്ടില്ല. ദേണ്ട വണ്ടിയുടെ ശബ്ദം വീണ്ടും വന്നു. അതിനകത്ത് കയറിക്കോളോ. ഈ പെട്ടിക്കകത്ത് കയറി നോക്കിയല്ലേ അയാള്. ദൈവമേ, പതുക്കെ കയറണേ. മൂടാം സാറേ. കിട്ടിയോ സാറേ? ആളെ കിട്ടിയോ? ആളെ കിട്ടിയില്ല. ഒരു പട്ടി പറ്റി കിടന്ന ഞാൻ അറിഞ്ഞില്ലല്ലോ. അവിടെ ഒരു കുട്ടിയെ കിട്ടി. എന്നാലും എനിക്ക് അവനെ കിട്ടിയില്ല. അവനെ എനിക്ക് കിട്ടണം. സാറേ എനിക്ക് അറിയത്തില്ല സാറേ. അറിയത്തില്ല എന്ന് കള്ളം പറയരുത്. സത്യമായിട്ട് എനിക്ക് അറിയത്തില്ല. നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ്? നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണ്? ഇഷ്ടമോ? ഞങ്ങള് തമ്മിൽ ഇഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാ. ഒരു മിനിറ്റ്. ഹലോ സാറേ. ചേട്ടാ, അയാള് ചോദിക്കും നമ്മൾ തമ്മിൽ എന്തുവാണെന്ന്. ഇഷ്ടമാണോ, സ്നേഹമാണോ, വഴക്കാണോ എന്ന് ചോദിക്കുന്നത്. എന്തു പറയട്ടെ? എടി, നമ്മൾ തമ്മിൽ ഭയങ്കര ഇഷ്ടമാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഉണ്ടെന്ന് പുള്ളി ഡൗട്ട് അടിക്കും. അപ്പൊ നീ ഒരു കാര്യം ചെയ്യണം, ഇല്ലാത്തൊക്കെ പറഞ്ഞ് ചുമ്മാ എന്നെ പറ്റി നെഗറ്റീവ് വെച്ച് കാച്ചിക്കോ. ചേട്ടനെ പറ്റി എനിക്ക് അങ്ങനെ മോശം പറയാൻ പറ്റും? എടി, ദൈവം അഴിക്കാത്ത പോണ്ടെങ്കിൽ നീ അങ്ങനെയൊക്കെ പറയണം. സാറേ, ഞങ്ങള് തമ്മിൽ ഇഷ്ടമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാ ആ മനുഷ്യൻ എന്ന് പറഞ്ഞ ഒരു പിഞ്ച ഹൃദയവാ. അയാളെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇതുപോലൊരു നാറി മനുഷ്യൻ വേറെ കാണത്തില്ല സാറേ. ഇയാളൊരു കള്ളനാണോ സാറേ? ഇങ്ങനാണോ ഒരു കള്ളന്മാര് കാണിക്കുന്നേ? പുറത്ത് എന്നെ വിടുന്നില്ല അയാൾ. ഇതിനകത്ത് കിട്ടുന്നു എന്നെ കൊല്ല ചെയ്യുവാ സാറേ. അല്ലെങ്കിൽ തന്നെ ഒരു കള്ളന്മാരെന്ന് പറഞ്ഞ എന്ത് സാധനം ഓട്ടിച്ചാലും 2 എണ്ണം കൊണ്ടുവരത്തില്ലേ? ഒറ്റ പോലീസാ സാറേ കൊണ്ടുവന്നേക്കുന്നത്. ഇതിന്റെ ഒരെണ്ണം ഇങ്ങനാണോ കള്ളന്മാര്? സാർ ഇതിനെ പിടിക്കുവാണെങ്കിൽ ദൈവത്തെ ഓർത്ത് തിരിച്ചിങ്ങോട്ട് കൊണ്ടു തരില്ലേ? ഞാൻ ആരെയും കെട്ടി ജീവിക്കട്ടെ. ഞാൻ ഒറ്റ കാര്യം പറയാം. 10 ദിവസത്തെ പരോളെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്.
12 ദിവസമായി. അവനെ എനിക്ക് ഇവിടുന്ന് കൊണ്ടുപോയേ പറ്റൂ. അവ ഇവിടെ ഉണ്ടെന്നുള്ളത് പറ. അല്ല സാറേ 10 എന്ന് പറഞ്ഞ ഇവിടെ 3 ദിവസമേ ഉള്ളായിരുന്നു, ബാക്കി 7 ദിവസം എവിടെയായിരുന്നു? ഈ ചോദ്യം വരുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇന്നലെ തൊട്ട് ഇതിന്റെ പുറകെയാണ്. ഇവ ഇറങ്ങി എന്റെ 3 ദിവസം ചെങ്ങന്നൂരുള്ള ഒരു സുബേര വീട്ടിലായിരുന്നു. അവിടെ നിന്ന് പിന്നെ ഇവൻ നേരെ പോയത് ആറ്റിങ്ങിലുള്ള ഒരു മഞ്ജുവിന്റെ അവിടെ നിന്ന് അവളൊരു കൊലുസ് കാണാതായിട്ടുണ്ട്. കൊലുസെന്ന് പറയുമ്പോ ഏകദേശം ഇതുപോലെയാണ്. അതിന് മഞ്ജു മറ്റേ കൊലുസ് കൊണ്ടുവരുമ്പോഴേ നമുക്ക് നോക്കാൻ പറ്റും. അതവിടെ നിൽക്കട്ടെ. എന്റെ ബലമായ സംശയം അവ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ വേറെ എവിടെ ഒരു ചുറ്റിക്കളി അവന് ഉണ്ട്. അങ്ങനത്തെ ഒരാളല്ല സാറേ. ആര് പറഞ്ഞു? തെളിവ് സഹിതം എന്റെ ഉണ്ട്. ഇതായിക്കോട്ട് നോക്ക് കണ്ട. അതാണ് പറഞ്ഞത് കൊണ്ട്. അയ്യോ സാറേ, സാർ അവനെ പിടിക്കുന്നുള്ള കാര്യം ഉറപ്പാണോ? പിടിക്കും. ഉറപ്പാണോ സാറേ? പിടിക്കും, അവനെ ഞാൻ പിടിക്കും. അങ്ങനെയാണ് സാറിന് ഞാനൊരു പാരിതോഷികം തരും. എന്താ? ഇത് സാർ എടുക്കണം. പെട്ടിയാ? ഈ പെട്ടി നിറയെ സാർ എടുക്കണം. ഭർത്താവ് രക്ഷിക്കാൻ വേണ്ടി പെട്ടിക്കണക്കിന് പണം തരേണ്ട കാര്യമൊന്നുമില്ല. അയ്യോ അങ്ങനല്ല. പിന്നെ സാർ ഇത് തുറന്നു നോക്ക്. എനിക്ക് അതിന്റെ ആവശ്യമില്ല. സാറേ തുറന്നു നോക്ക്. തുറന്നു നോക്കൂലെന്ന്. എടാ മൊണ്ണ ഇത് തുറന്നു നോക്കണോ? സാറ് തുറന്നു നോക്കി, എനിക്ക് ഉപകാരപ്പെടും ഇത്. സുപ്രലാൽ 10 ദിവസത്തെ പരോളെന്നും പറഞ്ഞ് പോയിട്ട് അവൻ കൊണ്ടുവല്ലേ സാറേ? ഇയാളല്ലോടെ പറഞ്ഞത് ഞാനല്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ വേറൊരു പെണ്ണില്ലെന്ന്. ഒരു 4 പെണ്ണുങ്ങളുടെ കഥ ഇപ്പൊ ഇയാൾ എന്റെ അടുത്ത് പറഞ്ഞു. താനപ്പ എന്നെ ചതിക്കുമായിരുന്നല്ലയോ? നീ എന്നെ ചതിക്കുവാണോ? ഞാൻ നിന്റെ മമ്മൂട്ടിയല്ലേ? മമ്മൂട്ടി. നീ ആവനാഴിലെ മമ്മൂട്ടി, മതിലെ മമ്മൂട്ടി ഒന്നും അല്ല. 4 5 ഭാര്യമാരുള്ള നീ കളങ്കാവല്ല മമ്മൂട്ടിയാണ് സാറേ. കളങ്കാവല്ല മമ്മൂട്ടി. കമന്റ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീജു ചേട്ടന് ഞാനൊരു കോംപ്ലിമെന്റ് തരാം. തുടരും സിനിമയിലെ പ്രകാശ് സാറിനെ പോലെ ഇല്ലേ, ആ ജോർജ് സാറിന്റെ ഒരു സെറ്റപ്പ്, ഒരു ലുക്ക് തോന്നുന്നുണ്ട് എനിക്ക്. ആ ഹെയർ സ്റ്റൈലും മൊത്തത്തിലുള്ള ഒരു വേഷമൊക്കെ കൂടെ കൊടുത്തിട്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി നമുക്ക് കമന്റ്സിലേക്ക് കിടക്കാം. ഇവിടെ ഒരുപാട് പേര് പറഞ്ഞേ മീനാക്ഷിയുടെ കല്യാണത്തിന് ശേഷം ഒരുപാട് മാറ്റങ്ങളിൽ മീനാക്ഷിക്ക് വന്നു തുടങ്ങിയിട്ടുണ്ടെന്ന്. ഒത്തിരി പേര് പറഞ്ഞിട്ട് ഞാനത് അങ്ങോട്ട് ഉൾക്കൊണ്ടില്ല. ഓക്കെ, നല്ല മാറ്റമാണോ മോശം മാറ്റമാണോ? നല്ല മാറ്റങ്ങൾ, നല്ല മാറ്റമാണ് എങ്കിൽ ഇക്കേ തന്നെ ഞാൻ കമന്റ് സ്റ്റാർട്ട് ചെയ്യാം പ്ലീസ്. ഒരുപാട് വളച്ചുകെട്ടില്ലാതെ ഞാനും കാര്യം പറയാം. സുഖമായില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രമിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. ശ്രമം കുറയുമ്പോഴാണ് നമുക്ക് ഇതേപോലുള്ള തെറ്റുകൾ സംഭവിക്കുന്ന കാര്യം. നമ്മൾ ഈ വേദി എന്ന് പറയുന്നത് ചുമ്മാ വന്നിട്ട് നമുക്ക് കയറിയിട്ട് എന്തെങ്കിലും ചെയ്ത് പോയിട്ട് കഥയില്ലല്ലോ. നല്ലവണ്ണം ആത്മാർത്ഥമായിട്ട് അതിനുവേണ്ടി അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചാലേ മുന്നിൽ വന്ന് എന്തെങ്കിലും നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് ശ്രമിച്ചില്ല എന്ന് ഞാൻ പറയുള്ളൂ. കാര്യം നിങ്ങളെല്ലാം ഡയലോഗ് പ്രസൻറ്റേഷൻ ചെയ്യുന്നുണ്ട്, ആക്ട് ചെയ്യുന്നുണ്ട്, അഭിനയിക്കുന്നുണ്ട്, ഒക്കെയുണ്ട്. പക്ഷേ അതിൽ പ്രധാനപ്പെട്ട ഘടകമായ ചിരി എന്ന് പറയുന്ന സാധനം ഇങ്ങോട്ട് വന്നേയില്ല. അത്രയേ ഉള്ളൂ. ഒരുപാടൊന്നും പറയുന്നില്ല. അടുത്ത പ്രാവശ്യം വീണ്ടും കാണാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഇക്ക. പ്രചോദേട്ടാ? പ്രദീപേ, ശ്രീജു, സൂര്യശ്രീ, ഈ പറഞ്ഞ പോലെ തന്നെ, കാരണം നിങ്ങൾ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഹിമാലയത്തിലെ സ്വാമി ഉൾപ്പെടെയുള്ള ഹിറ്റ് സ്കിറ്റുകൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുകയാണ്. അപ്പം അതാണ് നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന സാധനങ്ങൾ. ഇത് ഈ പറയുന്ന പോലെ ഇതിൻ്റെ എന്താ പറയുന്ന ഒരു ത്രെഡ് പരിപാടി കൊള്ളായിരുന്നു. പക്ഷേ ഇതിനകത്ത് ഹ്യൂമർ വർക്കായില്ല എന്നാണ് എനിക്കും തോന്നുന്നത്. ഇനിയിപ്പോൾ അടുത്തതിൽ നന്നായിട്ട് പണിയെടുക്കുക, മാർക്ക് സ്കോർ ചെയ്യുക, നന്നായിട്ട് വർക്ക് ചെയ്യുക, അത്ര എനിക്ക് പറയാനുള്ളൂ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ചേട്ടാ? പ്രദീപിൻ്റെയൊക്കെ സ്കിറ്റ് കാത്തിരിക്കുന്ന ആളാണ് ഞാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ആക്ച്വലി ഇതിനകത്ത് ഹ്യൂമർ കുറഞ്ഞു പോയെന്നാണ് എനിക്കും പറയാനുള്ളൊരു അഭിപ്രായം. പിന്നെ 3 പേരും പെർഫോമൻസ് ആയിട്ടുള്ളൊന്നും ഒരു കുഴപ്പങ്ങളുമില്ല. 3 പേരും ആസ് എ ആർട്ടിസ്റ്റ് അസലായിട്ട് 3 പേരും പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കത് ഇവിടത്തേക്ക് എത്തുന്നില്ല. ഈ പറയുന്ന എല്ലാവരും ചിരിക്കാൻ വേണ്ടി മാത്രം ഇരിക്കുന്നവരാണ്. തീർച്ചയായിട്ടും നല്ല സ്കിറ്റുകൾ എത്രയോ ചെയ്ത് തെളിയിച്ച ആളുകളാണ്. അപ്പോൾ വീണ്ടും നല്ല സ്കിറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇന്നത്തെ സ്കോർസ് അറിയാം. സ്റ്റാർട്ടിംഗ് ഫ്രം നസീർക്ക. ഞാനൊരു 3000 രൂപ കൊടുക്കുക. 3000. പ്രചോദേട്ടാ? ഞാനും ഒരു 3000 രൂപ കൊടുക്കും. 3000. അപ്പം 6000 ഇപ്പൊ മൊത്തം ടോട്ടൽ ആയിരിക്കുന്നത്. ഇനി ഫൈനൽ പറയാനായിട്ട് ഷാജേട്ടാ? എനിക്കുള്ളത് തരാം. 15,000 രൂപയാണ് നേടിയിരിക്കുന്നത്. ഇതൊരു മോട്ടിവേഷണൽ ഡോസ് ആയിട്ട് എടുക്കുക. അടുത്ത നല്ല സ്കിറ്റ് കളിക്കാം. ഉറപ്പായിട്ടും. ഓക്കെ. അപ്പൊ വെയിറ്റിംഗ് ഫോർ ദ കം ബാക്ക്. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെയുടെ വേദിയിൽ ഒരു വെറൈറ്റി ഐറ്റവുമായി ഇതാ എത്തുന്നു രാജേന്ദ്രൻ, അജയ് ആൻഡ് അമീന. ചെക്കനും എണ്ണും ടെൻഷൻ അടിച്ചു ചങ്കു പറിച്ചു ചേർന്നൊരു കല്യാണം. ചങ്കു കൊടുക്കും ചൻസുകളെല്ലാം മാർപ്പ് വിളിച്ച് കൂടണ കല്യാണം. സോറി, അങ്ങനെ കല്യാണം കഴിഞ്ഞു. ഇനി ഒറ്റ ചടങ്ങ് കൂടെ മാത്രം. എന്തോന്ന്? എന്റെ ആദ്യരാത്രി എന്റെ മോളൂസ് കാത്തിരിക്കുമല്ലേ, ഞാൻ അകത്തോട്ട് പോട്ടെ. പിന്നെ അല്ല, ചെറുക്കനങ്ങ് ധൃതിയായി പോയി. എന്തായാലും
നിന്റെ കല്യാണം നല്ല അടിപൊളിയായിട്ട് ഈ ബെസ്റ്റ് നടത്തി തന്നില്ലേ? അത് തന്നു. അതിന് നിനക്ക് നന്ദി വേണം. അതൊക്കെ എപ്പോഴും കാണും. കാര്യം ശരിയാ, എല്ലായിടത്തും ബന്ധുക്കാരും കാരണവരോ കല്യാണം നടത്തുന്നത്. ആദ്യമായിട്ട് ഒരു ബെസ്റ്റ് എന്റെ കല്യാണം നടത്തി തരുന്നേ. അതിന്റെ നന്ദി എപ്പോഴും ഉണ്ടാവും. സമാധാനമായിട്ട് ഇനി വേണം എനിക്കൊന്ന് കണ്ണടയ്ക്കാൻ. അയ്യോ, നീ ചാവാൻ പോവാന്നോ? അതാണ് ഞാൻ പറഞ്ഞത്. നിന്റെ കല്യാണമായിട്ട് 4-5 ദിവസമായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഓടി നടക്കുമല്ലേ. ഇനി വേണം എനിക്കൊന്ന് സ്വകാര്യായിരുന്നു ഉറങ്ങാൻ. നീ ഓടിയാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു കാര്യം മാത്രം ഇഷ്ടപ്പെട്ടില്ല. എന്തോന്ന്? ഇവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെന്റ് ഇങ്ങനെയാണോ ചെയ്യാൻ പറഞ്ഞേ? ഈ വീട് മുതൽ അങ്ങ് ആ ജംഗ്ഷൻ വരെ ലൈറ്റ് ഇട്ടുകൂടായിരുന്നോ? അത് നമുക്ക് നിന്റെ അടുത്ത കല്യാണത്തിന് നോക്കാന്നേ. അല്ല, ഇനി ഉണ്ടല്ലേ. അങ്ങനെ അപ്പോഴേ ഞാൻ അകത്തോട്ട് പോട്ടെ. എന്റെ മോളൂസ് കാത്തിരിക്കുക. നീ എനിക്കുള്ള പാലും കാച്ചിക്കൊണ്ടങ്ങ് വന്നേക്കണം. ഓക്കെ? കണ്ട അവന്റെ സ്വഭാവം മാറിയത്. ഇന്നലെ വരെ അവനല്ലായിരുന്നു ഞാൻ. ഇപ്പൊ ഒരു പെണ്ണ് വന്നതോടി ഞാനാണെങ്കിൽ കറിയിലിട്ട കറിവേപ്പില നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ. എന്തോടാ? നിന്റെ മൂന്നാമത്തെ കൊച്ചിന്റെ 28 കെട്ട് ഈ പന്തൽ പണിക്കാരനായി ഞാൻ തരണം പൈസ. ഇല്ലയോ? എടാ, പണിക്ക് വിളിക്കുമ്പോൾ പണിക്ക് വരണം. അല്ലാതെ വീട്ടിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഇനിയും ചിലപ്പോൾ നിനക്ക് ഇതുപോലുള്ള ആഘോഷങ്ങൾ നടത്തേണ്ടി വരും. ഞാൻ താണ്ട ഇന്നലെ കല്യാണം നടന്ന വീട്ടിൽ നിൽക്കുക. ഞാൻ പൈസ മേടിച്ചിട്ട് നിനക്ക് കുറച്ച് അയച്ചു തരാം. ഞാൻ ഇവിടെ നേരത്തെ വന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ പുള്ളിക്കാരൻ നാളെ രാവിലെ കാണാൻ ഹണിമൂണിന് പോയാലേ എനിക്ക് പൈസ കിട്ടത്തില്ല. അതുകൊണ്ട് താണ്ടെ പെട്ടെന്ന് മേടിച്ചിട്ട് നിനക്ക് അയച്ചു തരാം. ഓക്കെ? ശരിയാക്കി. ഒരു കല്യാണം നടന്ന വീടാണ്. ഇവിടെ മനുഷ്യന് മാഞ്ചാതിയൊന്നുമില്ല. സാറേ, സാറേ, ആരേത്? പൊരിക്കൽ കരിയും കേട്ടിട്ടുണ്ടോ? അയ്യോ, കേട്ടിട്ടുമുണ്ട്, തിന്നിട്ടുമുണ്ട്. അതല്ലേ പറഞ്ഞേ, പന്തലിട്ട കരിയും. ഒന്ന് ഇങ്ങോട്ടൊന്ന് വരാമോ? ഇന്നെന്റെ ആദ്യ രാത്രിയാന്ന്. നിങ്ങൾക്ക് ആദ്യ രാത്രി ആണെങ്കിൽ എനിക്ക് എന്റെ ആദ്യ രാത്രി എനിക്ക് ജോലിക്കാർക്ക് കാശ് കൊടുക്കണം. ഇങ്ങോട്ട് വാവാനും. ഓ, പണ്ടുള്ളവര് പറയുന്ന ഇതാ, കല്യാണം കഴിച്ചാൽ സമാധാനം പോകുന്നു. എന്തോന്നടേ? കല്യാണമൊക്കെ എങ്ങോട്ടായിരുന്നു? ജോറായിരുന്നോ? കല്യാണം ബോറായിരുന്നു. ജോറായിരുന്നു, അടിപൊളിയായിരുന്നു. കല്യാണം പിന്നെ അടിപൊളിയല്ലായിരുന്നു. പക്ഷെ ചില മിസ്റ്റേക്ക് ഒക്കെ ഉണ്ട് നിങ്ങളുടെ കയ്യില്. ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും. വലിയ കല്യാണമല്ലായിരുന്നു. നിങ്ങളല്ല ഈ ഈവൻ മാനേജ്മെന്റ് മൊത്തം നടത്തുന്ന ഈ കല്യാണം. എന്റെ ബെസ്റ്റ് ഏർപ്പാട് ചെയ്തോണ്ടാ ഞാൻ പിന്നെ ഒന്നും മിണ്ടാഞ്ഞത്. കല്യാണം കുറി അടിച്ചത് എങ്ങനെ? അച്ചടിച്ചതാ? ആടച്ചടിച്ച്? അച്ചടിച്ചതല്ല പറഞ്ഞ പ്രിന്റ് ചെയ്താന്ന്. ഞാൻ പറഞ്ഞു സുമേഷ് വിത്ത് ആനക്കുട്ടി എന്ന് എഴുതാൻ. അതിന് നീങ്ങയൊക്കെ അടിച്ചു വെച്ചേക്കുവാ സുമേഷ് വിത്ത് ആനക്കുട്ടിന്ന്. അത് മാത്രം ഞാൻ പെണ്ണിന്റെ കഴുത്തിലോട്ട് താലിയെടുത്ത് കെട്ടാൻ നേരത്ത് ആ കലവറയിൽ എന്തോ ഒരു അടിയും ചീത്തവിളിയായിരുന്നേ. അതിൽ ഞങ്ങളുടെ തോളയിലുണ്ടായി. അത് ഞങ്ങളൊന്നുമല്ല. പിന്നെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അപ്പൂപ്പനാ ചെയ്ത്. ഞങ്ങളുടെ അപ്പൂപ്പന? അങ്ങേരെന്തോ ഇത്? അങ്ങാര് കലവറ കയറി വന്ന് ആ ചിക്കൻ കറി വെക്കുന്നിടത്ത് വന്ന് അങ്ങ് തുമ്മേ. എന്നിട്ട് അങ്ങാറ് വെപ്പൂല്ലൂരി ആ ചിക്കൻ കറിക്കകത്ത് കുറച്ച് കഴിഞ്ഞപ്പോ പന്തലിൽ നിന്ന് ഒരു കൊച്ചു ചേർക്ക നിലം വിളിച്ചോണ്ട് ഓടുന്നു. അതെന്തോത്തിന് ഓടിയത്? അവന് കളഞ്ഞ ചിക്കൻ ഇരുന്ന് ചിരിക്കുന്നെന്ന്. ഈ കളവനെ കൊണ്ട് തോറ്റ്. ചുമ്മാ അതല്ല, നിന്റെ ആഹാരത്തിന് എല്ലാം അവിടെ കുറ്റം പറഞ്ഞത്. എന്റെ ആഹാരത്തിനൊന്നും ഒരു മനുഷ്യനും ഇതുവരെ കുറ്റം പറഞ്ഞില്ല. നല്ല സൂപ്പർ പാചകക്കാരനാണ്. പാചകമായിരുന്നു. 1-2 അവന്മാര് നിന്റെ നമ്പർ മേടിച്ചോണ്ടാ പോയേക്കുന്നത്. എങ്ങനെ ഇരിക്കുന്നത്? ഓർഡർ തരാനാ? എന്നെ ഇവിടുന്ന് വോട്ട് ചെയ്യാനാ. പിന്നെ പറയാതിരിക്കാൻ വയ്യ, 2 ഐറ്റം അടിപൊളിയായിരുന്നു. അങ്ങനെ പറ. അതെവിടെ ചെന്നാലും പറയാറുണ്ട് 2 ഐറ്റം സൂപ്പറാണ്. ഏതൊക്കെയായിരുന്നു ആ 2 ഐറ്റം? കുപ്പിവെള്ളവും ടിഷ്യൂ പേപ്പറും. കളിയാക്കിയതാണോ? എനിക്കിപ്പോ പൈസ വേണമല്ലേ? പൈസ വേണം. നീ ഒരു കാര്യം ചെയ്യും, പോയിട്ട് രാവിലെ വാ. എടാ, ഞാൻ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വന്ന പുതുപെണ്ണല്ലേ, അവക്ക് ഇവിടെ ഒന്നും അറിയത്തില്ല. ഞാൻ അങ്ങോട്ടൊന്ന് പൊക്കോട്ടെ. സാർ ഒരു കാര്യം ചെയ്യും, എന്റെ പൈസ തന്നു കഴിഞ്ഞാൽ ഞാൻ സാറിന്റെ പെണ്ണും പിള്ളേരുടെ അടുത്ത് പോവും. സാറിന്റെ പാട്ടിനും പൊക്കൂടെ? എങ്ങനെ? അതല്ല, തിരിച്ചു പൈസ തന്നു കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ പാട്ടിനും പോവും. സാറിന്റെ പെണ്ണിന്റെ പേര് അടുത്തോട്ട് പോയി. അങ്ങനെ ക്യാമറമാന് പൈസ കൊടുക്കാറുണ്ട്. അവന് ഞാൻ 10 പൈസ ഞാൻ കൊടുക്കത്തില്ല. അവൻ എന്തിനാ ഞാൻ പൈസ കൊടുക്കണം? അയ്യോ, നല്ല സൂപ്പർ ക്യാമറമാനാ അവൻ. ദേശീയ അവാർഡും സംസ്ഥാന അവാർഡൊക്കെ മേടിച്ചിട്ട് നല്ല സൂപ്പർ ഫോട്ടോഗ്രാഫറാ. ഏത് ഫോട്ടോയ്ക്ക് അവാർഡ് മേടിച്ചടാ? അവന്റെ എന്തോ ഇരുട്ട്. അപ്പൊ അത് കറക്റ്റാ ഞാൻ പറഞ്ഞു വരുന്നത്. അവന്റെ എല്ലാ ഫോട്ടോയും ഇരുട്ടാ. എടാ, നിനക്കറിയോ അവൻ കല്യാണം എടുത്ത് എങ്ങനെയാന്ന്? ഞാൻ നോക്കുമ്പോ ഉണ്ടല്ലോ, ക്യാമറയുടെ ലെൻസിന്റെ അടപ്പിട്ടോണ്ട് അവൻ എന്റെ കല്യാണം എടുത്തേക്കുന്നു. അതല്ലേ ഞാൻ പറഞ്ഞു മൊത്തം ഇരുട്ടാന്ന്. പോരാത്തതിന് എന്നെ മെനങ്ങാന്ന് സേവ് ദ ഡേറ്റിന് വിളിച്ചു. ഞാനും എന്റെ പെണ്ണും പിള്ളേയും കൂടെ ഒരു കായലിന്റെ അവിടെ ചെല്ലാൻ പറഞ്ഞു. ഞങ്ങൾ കായലിന്റെ അവിടെ ചെന്നപ്പോ അവക്കൊരു വഞ്ചി എടുത്തു കൊടുത്തിട്ട് പറയാ തുഴഞ്ഞോളാൻ. പിറ്റേന്ന് രാവിലെ അവളെ എനിക്ക് കിട്ടിയത് അറിയാം. മോളെ കോട്ടയല്ല, അവളെ കിട്ടിയെന്ന്. അത് കൊച്ചി കാലിട്ട് ഞാൻ പിടിച്ചോണ്ട് വന്നു. അതുപോലെ പന്തലിട്ട് കഴിഞ്ഞതിന് ശേഷം പലയിടത്തും ചെന്ന് പൈസ ചോദിക്കുമ്പോൾ ഇതേപോലുള്ള കുറെ ഊടായ്പകൾ പറയും. ഈ കല്യാണത്തിന് ഇവിടെ ചുക്കാൻ പഠിച്ച നിങ്ങളുടെ മാമൻ എന്തിയാ? പുള്ളി വിളി, ഞാൻ സംസാരിക്കാം, എനിക്ക് പൈസ വേണം. മാമനൊന്നും ഇവിടെ ഇല്ല. അങ്ങേരാണെങ്കിൽ ഒരു ചെറിയൊരു കോമഡി സംഭവിച്ചു. അങ്ങനെ ആശുപത്രി കിടക്കുവാന്ന്. എന്താ പറ്റി? സംഭവം ഒന്നുമില്ല. അങ്ങേർക്ക് ഈ രാവിലെ നടക്കാൻ പോകുന്നൊരു ശീലമുണ്ട്. മെനങ്ങാതെ രാവിലെ നടക്കാനായിട്ട് ഇറങ്ങിയപ്പോ ഒരു ചുമന്ന ബെർമൂഡ ഇട്ടുകൊണ്ട് നടക്കാൻ പോയി. പോയ വഴി നോക്കടാ, ഒരു പോത്ത് ചുമന്ന കളർ കണ്ടാ വിടുവോ? അമ്മാവനെ ഓടിച്ച് അമ്മാവനെ നിക്കറിട്ടോണ്ട് പാറ ഓട്ടം ഓടി. എന്നാ പിന്നെ പുള്ളിക്ക് ആ ബെർമൂഡ ഊരിട്ടിട്ട് പോയ പോരായിരുന്നോ?
ഓടിക്കൊണ്ടിരുന്നപ്പോ അമ്മാവന് ഈ ബുദ്ധി വന്നു. അപ്പോഴേ അമ്മാവൻ ഈ ബർമൂട ഊരി പോത്തിനിട്ട് കൊടുത്ത്. പോത്തിന്റെ വഴിക്ക് അങ്ങ് പോവുകയും ചെയ്തു. പുള്ളി ആശുപത്രി പോയി കിടന്നാ ഞാൻ ആലോചിക്കുന്നത്. തല്ലി കഥ ഓടിച്ചെന്ന് കയറിയത് തൊഴിലുറപ്പുകാർ ജോലി ചെയ്തുകൊണ്ട് നിർത്ത്. അവര് വിടുവോ? നമ്മട്ടിലേക്ക് അടിച്ചെടുത്ത് ആശുപത്രി കിട്ടവര്. നല്ലത് പോത്ത് കുത്തിച്ചാവും. പിന്നല്ലാതെ കഥയും കാര്യങ്ങളൊന്നും എനിക്ക് കേട്ടാ എനിക്ക് പൈസ വേണം. നീ എന്തിനാ ഇങ്ങനെ തിളയ്ക്കുന്നേ? നിനക്ക് വല്ല ഉത്തരവാദിത്വം ഉണ്ടോ? ഇവിടെ എന്തോ ഒരു ഫുഡ് ആക്കിയൊന്നും അറിയാമോ? അതിന്റെയൊക്കെ പൈസ ഞാൻ സഹിക്കണ്ടേ? ഫുഡിന്റെ കാര്യം ഞാൻ പറയത്തില്ല, അത് ഞാൻ ഏക്കത്തുമില്ല. കാര്യം എന്താ അറിയോ, നിങ്ങളോട് ഒരു ഗുസ്തിക്കാരി ഉണ്ടായിരുന്നല്ലേ, ആ പങ്കത്തായ കാരണക്കാരി. അയ്യോ ഗുസ്തിയല്ല, എന്റെ ബെസ്റ്റി. ആ കൊച്ചിനെ വിളി, ഞാൻ ചോദിക്കാം. അപ്പൊ സ്റ്റെല്ല ഇങ്ങോട്ട് വാ. കണ്ടോ, ഒരാള് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു സാമാന്യ മര്യാദ നിങ്ങൾ കാണിച്ചോ. പക്ഷെ ആ കൊച്ചു കാണിച്ചു, അതിന് ആ ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നോട് മക്കളെ പറയണ്ടത്. ഇത് പെണ്ണിനും ചെറുക്കനും കുടിക്കാൻ കൊണ്ടുവന്ന പാലാ. ഞാൻ കുടിച്ചാൽ അങ്ങോട്ട് ഇറങ്ങത്തില്ല. ആ ചുമ്മാ അല്ല ഉരുവി ഇറങ്ങിയത്. ഇയാള് പറയുന്നു നീ ഞാൻ ഇവിടുത്തെ ആഹാരം മൊത്തം വേസ്റ്റ് ആക്കിയെന്ന്. ഞാനെന്തോ ഇത് ആന്നാന്ന് ആ റിസപ്ഷനിൽ പാട്ട് പാടണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. ഈ പെങ്ങത്തിന് ഒരേ നിർബന്ധം, പാട്ട് വേണമെന്ന്. നിങ്ങളുടെ ഭാര്യയുടെ അച്ഛനെ വിളിച്ചോണ്ടാണ് ആ റിസപ്ഷനിൽ പാട്ട് പാടിച്ചു. എന്നിട്ട് എന്തോ 1000 പേരുന്ന പന്തിയായിരുന്നു. ഒറ്റ അടിക്കല്ലേ 500 പേര് പറഞ്ഞേ. അങ്ങനെ ആ കുട്ടി വെച്ചല്ലേ. എനിക്ക് നീ ഇപ്പൊ കൊടുത്ത എന്റെ കണക്ക് മൊത്തം എനിക്കിപ്പോ വേണം. കണക്ക് ഞാൻ പറഞ്ഞുതരാം. സാരി 60,000 രൂപ. 60,000 രൂപയുടെ സാരി? 60,000 രൂപയുടെ സാരി. 20,000 രൂപയുടെ സാരി നിങ്ങളുടെ ഭാര്യക്ക് എടുത്തു. 40,000 രൂപയുടെ സാരി നിങ്ങളുടെ ബെസ്റ്റ് എടുത്തു. ബേബിയുടെ കല്യാണത്തിന് ഞാൻ വേണ്ട ഒരുങ്ങി നിൽക്കാന്. അത് മാത്രമാണോ? ഞങ്ങൾ രണ്ടുപേരുടെ പോയി ലോഡ്ജ് ബുക്ക് ചെയ്തു. അല്ല, ഓഡിറ്റോറിയം ബുക്ക് ചെയ്തു. ഓഡിറ്റോറിയം 2.5 ലക്ഷം രൂപയായി. 2.5 ലക്ഷം രൂപ? AC വേണമെന്ന് പറഞ്ഞു ബസ്റ്റി. എന്തിന് ബെസ്റ്റ് AC? ബേബി ഒന്നാതെ ഭയങ്കര ചൂടാ. എന്റെ ബേബിയുടെ കല്യാണത്തിന് വരുന്നവര് നല്ല കൂളായിട്ട് വേണ്ട ഇരിക്കാൻ. അങ്ങനെ നീ ഫുഡിന് എത്ര ആയി? ഫുഡിന് 3.5 ലക്ഷം രൂപ. എല്ലാം കൂടെ 10 രൂപ കാണും. എല്ലാം കൂടെ ഒരു 7 ലക്ഷം രൂപയായിട്ടുണ്ട്. പോക്ക് വരവ് എല്ലാം കൂടെ ചേർത്ത് 7 ലക്ഷം രൂപ. ഇതുണ്ടെങ്കിൽ 4 എണ്ണത്തിനെ കെട്ടാല്ലേ? ആദ്യം നീ ഒന്ന് കേട്ടില്ല കടം തീർക്കുക, എന്നിട്ടല്ലേ ബാലൻസ്. ഒരു കാര്യം ചെയ്യും, ഞാൻ ഇപ്പൊ ഒരു 3 ലക്ഷം രൂപ അങ്ങോട്ട് തരും. ബാക്കി വാശി ചെന്നിട്ട് തരും. ഞാൻ ഇയാളോട് കാശ് ചോദിക്കുമ്പോ ഇയാള് പറയുക വാശിക്ക് തരാന്ന്. വാശി എന്ന് പറഞ്ഞ ബോംബെയിലെ ഒരു സ്ഥലമാ. അടുത്ത ആഴ്ച ഞാൻ കയറി പോകും. എനിക്ക് അവിടെ ജോലി, അവിടെ ചെന്നിട്ട് തരും. അങ്ങനെ നീ ഒരു കാര്യം ഉള്ളത് എടുത്തോണ്ടോ. പുള്ളിക്ക് എവിടാ ജോലി? അവന് കപ്പല്ല ജോലി. അടുത്ത ആഴ്ച അവൻ ട്രെയിൻ കയറും. ഈ കപ്പലിൽ ജോലിയുള്ളവൻ വലിക്കാനാണോ ട്രെയിനകത്ത് എന്ന് അവനെ കപ്പലിൽ കയറിയ ഇവിടുന്ന് അങ്ങോട്ട് പോണ്ടേ ഓണം. അങ്ങനെ ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ കൊണ്ടുവരാൻ കാശുണ്ടല്ലോ 3 ലക്ഷം രൂപ, അത് എനിക്ക് തരണം. ഇവിടെ കിട്ടാനുള്ള ബാലൻസ് പൈസ ഉണ്ടല്ലോ, അത് ഇയാളെടുത്തോ. മരണ വീട്ടിൽ താളപ്പേം കെട്ടി നടന്ന നിന്നെ ഇവിടെ വിളിച്ച എന്നെ പറഞ്ഞാ മതിയല്ലേ. ഈ കിട്ടുന്നത് എനിക്ക്. സാരി മേടിച്ച് 60,000 രൂപയോ? അതിനകത്ത് 10,000 രൂപ സാരിക്കായി. 40,000 രൂപ നീ കമ്മീഷൻ അടിച്ചേ. രണ്ടാമത് ഫുഡിന്റെ കാര്യം 1 ലക്ഷം രൂപയുള്ളൂ. ബാക്കി കാശ് നീ കമ്മീഷൻ അടിച്ചു. ഓഡിറ്റോറിയം 1 ലക്ഷം രൂപയുള്ളൂ. 1.5 ലക്ഷം രൂപ അത് നീ കമ്മീഷൻ അടിച്ചു. ഞാൻ ഒരു കാര്യം പറയാം, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ തല വെട്ടിക്കളയും. ഒരു ബെസ്റ്റിയുടെ കടമ പറഞ്ഞാലേ നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല. ഇവരൊക്കെ കല്യാണം കഴിയുന്നത് വരെ ഉള്ള ഒരു ബെസ്റ്റിയുടെ ആയുസ്. അത് കഴിഞ്ഞ് ഞാനൊക്കെ കുത്തിയിരുന്ന് ചാറ്റ് ചെയ്ത് വലയിലാക്കി ഒരുത്തരെ വീഴ്ത്തണമെന്നില്ലേ എന്തോ ഒരു സമയം വേണമെന്നറിയാമോ. അതുകൊണ്ട് ഈ അവസരത്തിൽ ചോദിക്കാമോന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും ഞാൻ ചോദിക്കുക, ചേട്ടൻ എന്നെ ബെസ്റ്റ് ആക്കി കൂടെ? നിനക്ക് ബെസ്റ്റിനല്ല പറ്റിയത്, ഗുസ്തിനല്ല. രാജേന്ദ്രൻ, അജയ് ആൻഡ് അമീന, സോ എങ്ങനെ ഉണ്ടായിരുന്നു സ്കിറ്റ് എന്ന് നമുക്ക് നേരെ നമ്മുടെ കാര്യക്കാരിലേക്ക് ചോദിച്ചു നോക്കാം. ഷാജ് ചേട്ടാ, എവിടെയും ഡ്രോപ്പില്ലാതെ പെർഫോം ചെയ്തു, നന്നായിട്ട് പെർഫോം ചെയ്തു. പക്ഷേ ഈ പറയുന്ന രീതിയിൽ തമാശകൾ കുറവായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഒരു പരിധി വരെ ഹ്യൂമറിൻ്റെ ഒരു ഫ്ലോ കുറവുണ്ടായിരുന്നു. പക്ഷേ 3 ആളും നന്നായിട്ട് പെർഫോം ചെയ്തു, നന്നായിട്ട് അസലായിട്ട് പെർഫോം ചെയ്തു. ഇതിന് റിഹേഴ്സലിന് വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നോ? ആക്ച്വലി ഓക്കെ, നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്തതാണ്. അപ്പോൾ കൗണ്ടറുകൾ കുറഞ്ഞു പോയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങളുടെ ഒരു പെർഫോമൻസ് എനർജിക്കും ആദ്യം തന്നെ ഒരു കൺഗ്രാറ്റ്സ് പറയുന്നു. അടിപൊളി, സൂപ്പർ. താങ്ക് യു ചേട്ടാ. പ്രചോദേട്ടാ? രാജേന്ദ്രൻ, അജയൻ, അമീന, നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നല്ല സ്പീഡിലും നല്ല ടൈമിങ്ങിലൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ കൗണ്ടറുകൾ ചിരിക്കാനുള്ള സാധനം ഇല്ല എന്നുള്ളതാണ്. നമുക്കിവിടെ അത്യാവശ്യം വേണ്ടതും അതാണ്. നമ്മളെപ്പോഴും പറയുന്നതും മാർക്ക് കുറയുന്നതും എല്ലാം നമുക്ക് കൗണ്ടറുകൾ ഇല്ലെങ്കിൽ ഈ സാധനം മുമ്പോട്ട് പോകത്തില്ല എന്നുള്ളതാണ്. നമ്മൾ കുറേ ഷൗട്ട് ചെയ്തിട്ടല്ലേ നമ്മൾ സൗണ്ട് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ സംസാരിച്ചിട്ട് കാര്യമില്ല. അതിനകത്ത് നിന്നുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ചിരിപ്പിക്കാനും കൂടെ നമുക്ക് അത്യാവശ്യമാണ്. അതൊന്ന് കണ്ടെത്തിയ കാര്യം, നിങ്ങൾ 3 പേരും നല്ല ടൈമിങ്ങുള്ള ആർട്ടിസ്റ്റാണ്. ഒരിടത്ത് പോലും കട്ടില്ലാതെ നമ്മൾ എൻഡ് വരെ നല്ല ഫാസ്റ്റായിട്ട് കളിച്ചു പോയി. നമ്മൾ അതിനകത്ത് നല്ല കൗണ്ടറുകൾ ഹ്യൂമറുകൾ വരത്താൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നമ്മൾ സ്ക്രിപ്റ്റ് കിട്ടി പ്രാക്ടീസ് തുടങ്ങുമ്പോൾ തൊട്ടേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒന്ന് പിടിച്ചാൽ നിങ്ങൾക്ക് പൊളിക്കാം.
കേട്ടോ. അപ്പോൾ അടുത്തത് നമുക്ക് പൊളിക്കണം. 3 പേർക്ക് പോകാം ജസ്റ്റ്. താങ്ക് യു ചേട്ടാ. നസീർക്ക? നല്ല രസമുണ്ടായിരുന്നു നിങ്ങളുടെ അവതരണം കേട്ടോ. നിങ്ങൾ ഭയങ്കര സ്പിരിറ്റുള്ള ഒരു ടീമായിട്ടാണ് തോന്നുന്നത്. കാര്യം നിങ്ങൾ പഠിച്ചത് നല്ല വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നല്ല ത്രെഡുകൾ തപ്പിയെടുക്കണം, നല്ല കൗണ്ടറും തപ്പിയെടുക്കണം. നിങ്ങൾക്ക് വേണ്ടത് ഇപ്പോൾ അത്യാവശ്യം വേണ്ടത് ആ 2 സാധനങ്ങൾ, നല്ല ത്രെഡ്, നല്ല കൗണ്ടറുള്ള ബിറ്റുകൾ. അതൊക്കെയാണ് നമുക്ക് ഇവിടെ ആവശ്യമുള്ളത്. കാരണം നിങ്ങൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്യുന്നുണ്ട് 3 പേരും. അപ്പം എന്താണ് വേണ്ടത്? നല്ലോണം ചെയ്യുന്നവർക്ക് നല്ല സ്ക്രിപ്റ്റ് ഉണ്ടോ നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു ക്ഷാമമാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് നല്ലതൊരെണ്ണം റെഡിയാക്കി എടുക്കണം. ഇതൊക്കെ സാധാരണ നമ്മൾ കുറേ നാളുകളായിട്ട് കണ്ടുകൊണ്ട് വരുന്ന കല്യാണ വീട്ടിലെ ഈ കൊടുക്കാനുള്ളവരുടെ പൈസ, അതിൻ്റെ കേറ്ററിങ്ങിൻ്റെ ആൾക്കാർ വന്ന് ചോദിക്കുന്നത്, പന്തൽ കെട്ടുകാരെ, മൈക്ക് സെറ്റുകാരെ, ഇങ്ങനെയൊക്കെ വന്ന് ചോദിക്കും. നമ്മൾ ഒത്തിരി കണ്ടുപോയിട്ടുള്ള. അപ്പം അങ്ങനെയുള്ള ടോപ്പിക്കുകളൊക്കെ വിട്ടേച്ച് നല്ല നല്ല സാധനങ്ങൾ ഒരുപാട് ഉണ്ട്. നമ്മുടെ ഒന്ന് ശ്രമിച്ചാൽ കിട്ടും. അങ്ങനെയുള്ള സാധനങ്ങൾ തപ്പിയെടുത്ത് നല്ല കൗണ്ടറൂടെ ചെയ്ത് നല്ലവണ്ണം റിഹേഴ്സൽ ചെയ്താൽ നല്ല രീതിയിൽ എത്താവുന്ന 3 ആർട്ടിസ്റ്റുകളാണ് നിങ്ങൾ. അപ്പോൾ അതിന് വേണ്ടി ട്രൈ ചെയ്യുക. കണ്ടന്റ് മാത്രം എടുത്തുകൊണ്ട് അതിൽ കഥയില്ല. അതിൻ്റെ അകത്ത് നല്ല കൗണ്ടറുകൾ നിറയ്ക്കണം, പുതുമയുള്ളതായിരിക്കണം. അടുത്ത പ്രാവശ്യം അതിന് വേണ്ടി ട്രൈ ചെയ്യുക. ഓക്കെ ഓക്കെ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ കാര്യക്കാരുടെ കമന്റ്സ് കഴിഞ്ഞ സ്ഥിതിക്ക് ഇന്ന് ഇവർ പഞ്ചടിക്കുമോ എന്ന് നമുക്കറിയാം. എന്തായാലും സ്റ്റാർട്ടിംഗ് ഓഫ് വിത്ത് നസീർക്ക. ഞാൻ ഒരു 4000 രൂപ കൊടുക്കുക. 4000. ഓക്കെ. പ്രചോദേട്ടാ? ഞാനൊരു 4000 രൂപ കൊടുക്കാം. 4000. അപ്പം 8000 രൂപയായിട്ടുണ്ട് ഇപ്പം ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഷാജ് ചേട്ടനാണ്. ചേട്ടാ? എനിക്ക് തരാവുന്നത് ഞാൻ തരാം. 12,000 രൂപയാണ് നേടിയിട്ടുള്ളത്. കുഴപ്പമില്ല, കൺഗ്രാറ്റുലേഷൻസ്. ഇനീഷ്യൽ ടൈം ആണെന്നല്ലേ പറയാം, 3ാമത്തെ സ്റ്റേജിലായിട്ടുള്ളൂ. ഇനി ഒരുപാട് ഈ വേദി ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് പഞ്ചസ് അടിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കാര്യക്കാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ച് അടുത്ത തവണ വീണ്ടും വരിക. താങ്ക് യു. ഒരുപാടധികം സ്കിറ്റുകളുമായിട്ട് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. Till then, this is me Meenakshi Sudhir signing off from Flowers Comedy. ഇത് ഐറ്റം വേറെ.